സത്യത്തിന് കാൽ വെച്ചപ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നവർ ഇതിനകത്തുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവർ ഇതിനകത്തുണ്ട്. മനുഷ്യരാൽ തെറ്റിദ്ധരിക്കപ്പെട്ടവർ ഇതിനകത്തുണ്ട്. എന്നാൽ അതിന്റെ നടുവിലും ഇന്ന് പകൽ നമുക്ക് പറയാനൊക്കും, കർത്താവേ, ആ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. അങ്ങയുടെ സ്നേഹം തിരിച്ചറിയുവാൻ എന്റെ മന്ദബുദ്ധിയെ തുറന്നതിനായി സ്തോത്രം. എന്റെ ഉൾക്കണ്ണിന്റെ കാഴ്ചകൾ തുറന്ന് എന്റെ ബുദ്ധിയെ, കാഴ്ചയെ പ്രകാശിപ്പിച്ചതിനായി സ്തോത്രം. ആ സത്യം എല്ലാവർക്കും അനുഗ്രഹമാണ്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, പുത്രൻ നമ്മളെ വീണ്ടെടുത്തു, ആത്മാവ് നമ്മളെ മുദ്രയിട്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 2:6 ഒന്ന് വായിക്കേണ്ട വാക്യമാണ്. വായിക്കാമോ? ചാപ്റ്റർ 2 വേഴ്സ് 6, 2:6 വാക്യം. കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, ആ വാക്ക് 1-ാം അധ്യായത്തിൽ പറയുന്നത് മുഴുവൻ രക്ഷിക്കപ്പെടുക, വീണ്ടും ജനിക്കുക, തെരഞ്ഞെടുപ്പ്. എന്നിട്ട് 2:6 സംക്ഷിപ്തമായി പറയുക, കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനോടുകൂടെ നമ്മളെ എന്ത് ചെയ്തു? ഇത് രക്ഷയെക്കുറിച്ച് പറയുകയാണ്. കാരണം പാപത്താലും അകൃത്യത്തിലും മരിച്ചവരായിരുന്നു നമ്മളെ. 2:1 പറയുന്നത് അങ്ങനെയാ. ഈ ലോകത്തിൽ ദൈവവുമായി ബന്ധമില്ലാത്തവർ, പ്രത്യാശയില്ലാതെ ജീവിച്ചവർ, മതത്തിന്റെ കുരുക്ക് കയർ കാലിൽ വീണവർ, മരിച്ചവർ. ഈ മരിച്ചവരെ വലിയ ദയയുള്ള ദൈവം ഉയർപ്പിച്ചുവെന്ന് മാത്രമല്ല, ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. സ്വർഗസ്ഥലങ്ങളിൽ ആരുടെ കൂടെയാണ് ഇരുത്തിയിരിക്കുന്നത്? യേശുവിനോട് കൂടെ ഇരിക്കുന്നു. അത് കാണിക്കുന്നത് the unending relationship that we enjoy with Jesus. യേശുവുമായി നമ്മൾ അനുദിനം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ്. ഇതെല്ലാം ഇഷ്ടമുള്ള കാര്യമാണ്. പൗലോസ് ഇത് പറഞ്ഞാ തുടങ്ങുന്നത്. പക്ഷേ ഈ ഇരുത്തപ്പെട്ടവരെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. വീണ്ടും ജനിച്ചത് എന്തിനു വേണ്ടി? കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി? ഈ പുസ്തകത്തിൽ ഇരുത്തപ്പെട്ടു എന്ന് വായിക്കുന്നത് പോലെ അടുത്തൊരു വാക്ക് ആവർത്തിക്കുന്നു. നോക്കിയ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ആ വാക്ക് ആദ്യമായി നിങ്ങൾക്ക് കാണാം. ചാപ്റ്റർ 4 വേഴ്സ് 1 വായിക്കാമോ? കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും. അപ്പൊ നോക്കിയേ, ഇരുത്തപ്പെട്ടവർ എന്ത് ചെയ്യണം? ഇരുന്നാ മാത്രം പോരാ, എല്ലാ ഞായറാഴ്ചയും വന്ന് ഇരുത്തിയതിനായി സ്തോത്രമെന്ന് പറഞ്ഞു പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഓരോ പ്രാവശ്യം ക്രൂശിന്റെ അനുഭവം ധ്യാനിക്കുമ്പോൾ കർത്താവേ എന്നെ രക്ഷിച്ചതിനായി സ്തോത്രമെന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. 1-ലും 2-ലും 3-ലും കഴിഞ്ഞ് 4-ാം അധ്യായത്തിലേക്ക് വരണം. അവിടെ എന്തോ ഉണ്ട്? യു മസ്റ്റ് വാക്ക്, നടക്കണം. ഒരു പ്രാവശ്യം മാത്രമല്ല, 5:2 വാക്ക് ഇൻ ലവ്, സ്നേഹത്തിൽ നടക്കുക. 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ അന്ധകാരത്തിൽ നടക്കരുത്, വെളിച്ചത്തിൽ നടക്കുക. 5-ാം അധ്യായം തന്നെ 15-ാമത്തെ വാക്യത്തിലും 16-ാമത്തെ വാക്യത്തിലും ബുദ്ധിഹീനരായി നടക്കരുത്, സുബോധത്തോടെ ബുദ്ധിയുള്ളവരായി ഈ തലമുറയിൽ നടക്കണം. അപ്പൊ ഈ നടപ്പിനെ കുറിച്ച്, നടപ്പെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലിനെ കാണിക്കുന്നതാണ്. ഒരു ഞായറാഴ്ച വന്നിരിക്കുന്നതിനെ കുറിച്ചല്ല നടപ്പെന്ന് പറഞ്ഞാൽ. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ലൈഫ് സ്റ്റൈൽ. ആ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെയുണ്ട്? സംസാരമുണ്ട്, ലൈഫ് സ്റ്റൈലിൽ ചിന്താഗതികളുണ്ട്, ലൈഫ് സ്റ്റൈലിൽ വസ്ത്രധാരണമുണ്ട്, ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ സമൂഹത്തോടും ലോകത്തോടുമുള്ള ആറ്റിറ്റ്യൂഡുണ്ട്. ഇതെല്ലാം. അപ്പൊ നോക്കിയേ, പൗലോസ് പറഞ്ഞു വരുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ എസൻസ് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കപ്പെട്ട കുറച്ചു പേര് മാത്രമല്ല, വീണ്ടും ജനിച്ച് ഇരുത്തപ്പെട്ടവർ, ഈ ലോകത്തിൽ ക്രിസ്തുവിന് അനുരൂപമായി നടക്കുന്നവർ, വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക, വെളിച്ചത്തിൽ നടക്കുക, ബുദ്ധിയുള്ളവരായി നടക്കുക. ഇതും അല്ല ഏറ്റവും വലിയ കാര്യം. അതാ ഇന്നത്തെ കുറിവാക്യം. ഇരുത്തപ്പെട്ടെന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ തിരുവല്ലയിലോ പത്തനംതിട്ടയിലൂടോ അല്ലെങ്കിൽ പുല്ലാടിലൂടോ ചെങ്ങന്നൂരിലോ നടക്കുമ്പം ഞാൻ യേശുവിൻ്റെ ഒരു മകനായി നടക്കുന്നു, അതുമല്ല ഏറ്റവും വലിയ കാര്യം. നമ്മൾ സാധാരണ ഓർക്കുന്നത് വി ആർ സീറ്റഡ്, വലിയ കാര്യം. അത് വലിയ കാര്യം തന്നെയാണ്.
We are walking as a Christ-like person. അത് വലിയ കാര്യമാണ്. പക്ഷേ ഏറ്റവും വലുത് അതല്ല. അത് കഴിഞ്ഞിട്ട് 6:10 ഫൈനലി, ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഇരുത്തപ്പെട്ടവർ, അനുദിനം നടക്കുന്നവർ എന്തു ചെയ്യണം? ഒടുവിൽ 6:10 ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അത് നമുക്ക് ഇഷ്ടമുള്ള, ഇരുത്തപ്പെട്ടവർ, നടത്തപ്പെടുന്നവർ ശക്തിപ്പെടണമെന്ന് പറയുന്നതും ഇഷ്ടമാ. പക്ഷെ എന്തിനാ ശക്തിപ്പെടുന്നത്? ഇന്നത്തെ ഈ സന്ദേശത്തിന് ഒരു തലക്കെട്ട് ഞാൻ കൊടുത്താൽ, ആത്മീക പോരാട്ടം, സ്പിരിച്വൽ വാർഫെയർ. എന്തിനാ നമ്മളെ ശക്തീകരിക്കപ്പെടുന്നത്? 12ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച ഒരു പ്രാവശ്യം കൂടെ. നമുക്ക് പോരാട്ടം ഉള്ളത്. ആ പോരാട്ടം എന്നുള്ളതിൻ്റെ മൂലപദത്തിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് റെസ്ലിംഗ്, ഹാൻഡ് ഓൺ ഹാൻഡ് ബാറ്റിൽ എന്ന് പറഞ്ഞാൽ, ഒരു നിമിഷം ഈ എനിമിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കൈ വലിക്കുകയാണെങ്കിൽ വി വിൽ ബി ബീറ്റഡ് അപ്പ്, താഴെ കിടക്കും. അതുപോലെ റെസ്ലിംഗ് മാച്ചിൽ കാണുന്ന പോലെ ഒരു നിമിഷം പോലും ഒപ്പോണന്റെ ഫേസിൽ നിന്നും കണ്ണെടുക്കാതെ നിൽക്കുന്ന തീവ്രമായ ഒരു പദമാണത്. യേശുവിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർ, ഇരുത്തപ്പെട്ടവർ നടക്കുക മാത്രമല്ല, ഒന്ന് ബലപ്പെടുകയും ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറാകുകയും. അതിനാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് തന്നെ. അല്ല ചുമ്മാ കുറച്ചുപേരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന അനുഭവം മാത്രമല്ലിത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ആത്മീക പോരാട്ടം. 3 കാര്യങ്ങൾ ഞാൻ ഒരു ഒബ്സർവേഷനായി പറഞ്ഞിട്ട് ഇതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ ചിന്തിക്കാൻ പോകുക. ഒന്നാമത്തെ ഒരു ഒബ്സർവേഷൻ, ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും തിരിച്ചറിവ് പ്രാപിച്ച കുഞ്ഞുകുട്ടി ആബാലവൃത്തം എല്ലാവരും മനസ്സിലാക്കണം. യു ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. നിങ്ങളൊരു യുദ്ധക്കളത്തിലാണ്. പക്ഷെ ഇത് തന്നെ സാധാരണ ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളുന്നതിനപ്പുറമാ. കാരണം ഞാനത് അനുഭവിക്കുന്നില്ലല്ലോ. എന്ത് യുദ്ധക്കളത്തിൻ്റെ കാര്യമായി പറയുന്നേ? യേശു എല്ലാം യുദ്ധം ചെയ്ത് കഴിഞ്ഞെന്നാണല്ലോ ഞാൻ മനസ്സിലാക്കിയത്. അതെ, യേശു യുദ്ധം ചെയ്ത് ജയിച്ചിരിക്കുന്നു. പക്ഷേ വീണ്ടും ജനിക്കപ്പെട്ടവരുടെ മുമ്പിൽ യേശു തോൽപ്പിച്ച എനിമിയെ ഇട്ട് തന്നിട്ട് പറയുക, നീ ജയിക്കണം. എന്റെ ജയം നിന്റെ കുടുംബത്തിൽ പ്രൊക്ലെയിം ചെയ്യണം. ഞാൻ ജയിച്ചത് ഈ ലോകത്തിന് നീ കാണിച്ചു കൊടുക്കണം. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അയൽവക്കക്കാർക്ക്, സമൂഹത്തിന് യേശു ക്രൂശിന്മേൽ ജയമെടുത്തുവെന്ന് അറിയണമെങ്കിൽ ഇന്നിവിടെ വീണ്ടും ജനിച്ചവരുടെ ജീവിത ശൈലിയിലൂടെ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടെ പറയുന്നത് 6:12 നമുക്ക്, എന്നെ ആ വാക്ക് ചിന്തിച്ചു, നമുക്ക്. അപ്പൊ ആർക്കുണ്ട് പോരാട്ടം? എഴുതുന്ന പൗലോസിനും. അല്ലാതെ സഭകൾ സ്ഥാപിച്ച് അറിവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോരാട്ടമുണ്ടെന്നല്ല പറയുന്നത്, നമുക്ക് പോരാട്ടമുണ്ട്. ഈ പോരാട്ടം ഉണ്ടെന്നുള്ളത് നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം. ഇന്ന് പകൽ ദൈവം നിങ്ങളെ ആരോഗ്യത്തോടെ എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്ന് ഇതിനു വേണ്ടിയാണ്. യു ആർ ഇൻ എ സ്പിരിച്വൽ ബാറ്റിൽ. ശുശ്രൂഷകന്മാർ, വിശ്വാസികൾ എല്ലാവരും. പക്ഷെ അടുത്ത ഒബ്സർവേഷൻ ഉള്ളത്, പലപ്പോഴും നമ്മൾ മിസ്സാക്കുന്നത് നമ്മുടെ എനിമിയെയാണ്. സ്പിരിച്വൽ ബാറ്റിൽ ആയതുകൊണ്ട് എനിമീസ്, ശത്രുക്കൾ എങ്ങനെയുള്ളവരാണെന്നാണ് ആ 12ാമത്തെ വാക്യം പറയുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. എന്താ അത് എടുത്തു പറയാൻ കാര്യമെന്നറിയോ? കാരണം പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും ഇത് ജഡരക്തങ്ങളോടാണെന്ന്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മീക പോരാട്ടം എന്നുള്ളത് ഒരു മനുഷ്യനോടും അല്ല. കുറച്ചുകൂടെ പറഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ഫാമിലി ലൈഫിൽ പ്രതിസന്ധി ഉണ്ട്. ആ കുടുംബത്തിലെ പ്രശ്നക്കാരൻ ആ വീട്ടിൽ ഇല്ല. ഒരു സഭയിൽ പ്രതിസന്ധി ഉണ്ടെന്നിരിക്കട്ടെ, ആ സഭയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നവൻ ആ സഭയുടെ രജിസ്റ്ററിൽ പേരില്ലാത്ത വ്യക്തിയാണ്. സാധാരണഗതിയിൽ നമ്മൾ നോക്കുന്ന ഒരു കുടുംബത്തിൽ പ്രശ്നം തന്നെ, ഇവനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സഭയുടെ അന്തരീക്ഷത്തിൽ നോക്കുമ്പോൾ തന്നെ ഈ വ്യക്തി, ഇവനാണ് പ്രശ്നക്കാരൻ. പക്ഷെ അവിടെ പറയുന്നത് നമുക്ക് പോരാട്ടമുണ്ട്. പക്ഷെ ഇത് കണ്ണിൽ കാണുന്ന വ്യക്തിയോടല്ല. കണ്ണിൽ കാണുന്ന വ്യക്തിയല്ല മൂല കാരണം. പിന്നെ എന്താ കാരണം? അവിടെ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല,
വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ എന്നൊക്കെ പറഞ്ഞാൽ ഈ വാക്കുകളെല്ലാം അർത്ഥമാക്കുന്നത് പിശാചും പിശാചിന്റെ ഏജന്റുമാരും, പിശാച് പ്രവർത്തിക്കുന്ന ആളുകൾ, സേനകൾ, ഈ വീണ് കിടക്കുന്ന ലോകത്തെ പറ്റി വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണല്ലോ? ദ ഫോളൻ വേൾഡ്, ദ കറപ്റ്റ് ജനറേഷൻ. നമുക്ക് ചുറ്റിനുമുള്ള ദൈവമില്ലാതെ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ സമ്പ്രദായങ്ങൾ, പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ്, വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലൂടെ പിശാച് ചെയ്തെടുക്കുന്ന ആ പിശാചിന്റെ വേലകൾ കണ്ണിൽ കാണുന്നതല്ല. ഇന്നിവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ റിയൽ എനിമിയെ, കുഞ്ഞുങ്ങളുടെ റിയൽ എനിമിയെ യു കനോട്ട് സീ. ഒരു ടീച്ചറോ അപ്പുറത്തിരിക്കുന്ന ഫ്രണ്ടോ നിങ്ങളുടെ പേരൻസോ ഇതൊന്നുമല്ല. വാസ്തവത്തിൽ അടുത്ത കാര്യം പറയുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഈ പോരാട്ടം എവിടെ നടക്കുന്നത്? പോരാട്ടം എവിടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ എനിമിയെ കൂടുതൽ മനസ്സിലാക്കാൻ നോക്കും. 3 ഇത് നടക്കുന്നത്. അതെങ്ങനെ അറിയാം? ചാപ്റ്റർ 6:10 മുമ്പ്, 6:10 മുമ്പ് 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുക. 5-ാം അധ്യായം 21-ാം വാക്യം മുതൽ ശ്രദ്ധിച്ച് കേൾക്കണം. 5:21 മുതൽ ഒന്നാമത്തെ കൂട്ടം ഭാര്യ ഭർത്താവ്, അവർ ചേരുന്ന കുടുംബം. 6-ാം അധ്യായം 1 മുതൽ 4 വരെ അടുത്ത കൂട്ടം. എന്താണെന്നറിയാമോ? മാതാപിതാക്കൾ ഒരു വശത്ത് നിൽക്കുന്നു, കുഞ്ഞുങ്ങൾ വേറൊരു വശത്ത് നിൽക്കുന്നു. ഇവർ കൂടി വരുന്ന എക്സ്റ്റെൻഡഡ് ഫാമിലി. 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ സ്ലേവ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ വർക്ക് പ്ലേസ്. 3 സ്ഥലങ്ങളിലാണ് ഈ യുദ്ധം നടക്കുന്നത്. എഫേസ്യ ലേഖനത്തിന്റെ ആശയത്തിൽ ആത്മീക യുദ്ധം നടക്കുന്ന കളരി, the space where you have spiritual battle is in your family life. നിങ്ങളുടെ കുടുംബ ജീവിതം. പ്രത്യേകിച്ച് ഇന്നലെയും നമ്മളൊരു വിവാഹത്തിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള സെർമൺസ് കേട്ട് ഇവിടെ ഇരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ദ മൊമെന്റ്, ഏത് സമയത്താണോ നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്, നിങ്ങൾ വീണ്ടും ജനന അനുഭവം ഉണ്ടായി, യേശുവിന്റെ കൂടെ നിങ്ങൾ ഇരുത്തപ്പെട്ട അനുഭവമായ വ്യക്തിയാണെങ്കിൽ ആ നിമിഷം മുതൽ യു ആർ ഇൻ എ ബാറ്റിൽ. ഒരു വലിയ ആത്മീക യുദ്ധത്തിലാണ് നിങ്ങൾ. എവിടെ ആത്മീയ യുദ്ധം നടക്കുന്നത്? ഇൻ യുവർ ഫാമിലി. ആരിലൂടെ? ആരാണ്? ആ വ്യക്തിയെ കാണത്തില്ല. ഇറ്റ് ഈസ് ഫോഴ്സസ്. ആരിലൂടെ വെളിപ്പെട്ടു വരാം? ഭർത്താവിലൂടെ വെളിപ്പെടാം, ഭാര്യയിലൂടെ വെളിപ്പെടാം. ആ ഭവനത്തിന്റെ ഹാർമണി അത് നഷ്ടപ്പെടുത്തും. സ്പിരിച്വൽ ബാറ്റിലിൽ തോക്കുക എന്ന് പറഞ്ഞാൽ കുടുംബ അന്തരീക്ഷത്തിൽ ഐക്യത ഇല്ലാതിരിക്കുക എന്നതിന്റെ അർത്ഥം. ഇനി മാതാപിതാക്കളും കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ അവിടെ അടുത്ത സ്പിരിച്വൽ വാർഫെയർ നടക്കുന്നു എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ ഒക്കാതെ വരിക, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക. സ്പിരിച്വൽ ബാറ്റിലിൽ തോറ്റുപോയി നിങ്ങളുടെ കുടുംബം. ഇതാണ് പിശാചിന്റെ ലക്ഷ്യം. വാസ്തവത്തിൽ ഞാൻ പറയാം, നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം, ഈ പോരാട്ടം എന്നുള്ള വാക്കൊന്നും പുതിയ വാക്കല്ല. ഒരല്പമെങ്കിലും ആത്മീയ ലോകവുമായിട്ടൊക്കെ കുറച്ച് നാൾ ബന്ധമുള്ളവർ നിങ്ങൾ അനവധി പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കാം, ഒരു പോരാട്ടമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ എന്താ പോരാട്ടം? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വന്നൊരാൾ പറയുക, ഈ കുടുംബത്തോടൊരു പോരാട്ടമുണ്ട്. കുടുംബത്തോട് പോരാട്ടമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് വിൽക്കാൻ പോകുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. വീട് വിൽക്കുന്നതിനെക്കാട്ടിൽ പിശാചിന് സന്തോഷം ഭാര്യയും ഭർത്താവും അടിയുണ്ടാക്കുന്നതാ. കുഞ്ഞുങ്ങളോടൊരു പോരാട്ടമുണ്ട്. നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് അവൻ ഇനി പഠിക്കാൻ വല്ലതും ബുദ്ധിമുട്ട് വരുന്നതായിരിക്കാം, അവൻ ഏതെങ്കിലും ഉന്നത സ്ഥാനത്ത് ചെല്ലേണ്ടവൻ്റെ ബുദ്ധി മാന്യം ഉണ്ടാക്കുന്ന അതിനെക്കാട്ടിൽ പിശാചിന്റെ ലക്ഷ്യം അവനെ ഒരു റിബല്യസ് ചൈൽഡ് ആക്കുക എന്നുള്ളതാണ്. നിങ്ങളോട് അനുസരിക്കാതിരിക്കുന്ന ഒരു തലമുറ. അവൻ ചിലപ്പോൾ മിടുക്കനായിരിക്കാം, ഭയങ്കര മിടുക്കനായിരിക്കാം, അവന്റെ ബുദ്ധി സാധാരണ ബുദ്ധിയെക്കാട്ടിൽ ഭയങ്കരമായിരിക്കാം. പക്ഷെ പിശാച് നോക്കി അട്ടഹസിക്കും.
യുദ്ധത്തിൽ തോറ്റവൻ പോകുന്നു. കാരണം ഹി ഈസ് എ റിബല്യസ് മാൻ. അവൻ അനുസരിക്കാത്തവൻ. അതാണ് യുദ്ധം. യുദ്ധക്കളരി എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവുമായിട്ടുള്ള ജീവിതം. യുദ്ധക്കളരി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ജീവിതം. മൂന്നാമത് അവിടെ പറയുന്ന, ഇപ്പൊ ആരെങ്കിലും പറയാം നിങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിൽ ഒരു പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ജോലി പോവും, അടുത്ത ആഴ്ച എന്തോ നടക്കാൻ പോകുന്നു. അതല്ല പോരാട്ടം. എന്താ പോരാട്ടം എന്നറിയാമോ? അവിടെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. നോക്കിയേ, 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ പോരാട്ടം എന്താന്ന് ചോദിച്ചാൽ, യജമാനന്മാര്, ഇവിടെ ഇരിക്കുന്ന യജമാനന്മാരെന്ന് പറഞ്ഞാൽ ബിസിനസ് നടത്തുന്നവരോ ബിസിനസ്സിൽ സ്വാധീനമുള്ളവരോ, യു ആർ ഇൻ എ ബാറ്റിൽ. നിങ്ങൾക്കൊരു വലിയ യുദ്ധമുണ്ട്. എന്താ യുദ്ധം? 6:9 യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനം സ്വർഗത്തിൽ ഉണ്ടെന്ന് അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും, ശ്രദ്ധിക്കണേ, ഭീഷണി വാക്ക് ഒഴികയും ചെയ്യുവീൻ. ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവീൻ. അപ്പൊ എന്താ ആത്മീയ യുദ്ധം? ആത്മീയ യുദ്ധം എന്ന് പറഞ്ഞാൽ ബിസിനസ് നടത്തുന്നവൻ, ജോലിയിൽ കേമനായി തോന്നുന്നവൻ, യു ആർ ഇൻ എ ബാറ്റിൽ. കാരണം ഭീഷണി മുഴക്കാൻ, ടു ഓപ്രസ് ദ പുവർ. അപ്പോൾ തന്നെ ജോലി ചെയ്യുന്ന ആളും ആത്മീയ യുദ്ധത്തിലാണ്. എന്താണെന്നറിയാമോ? ജോലി ചെയ്യുന്ന ആൾ ആത്മീയ യുദ്ധം. മുമ്പുള്ള വാക്യങ്ങളുണ്ട്. മാസ്റ്റർ കാണുമ്പോൾ മാത്രം പണിയെടുക്കുക. ഓണറിന്റെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഉണർവ്, ചാടി എഴുന്നേക്കുന്നത്, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോർക്കുന്നു, വേർക്കുന്ന, ആകെ പ്രശ്നം. ഓണറിന്റെ വണ്ടി പോയി കഴിയുമ്പം പോയല്ലോ പുള്ളി, ഇനി 5 മണിക്ക് മതി. അതാ യുദ്ധം. അല്ലാതെ ആരോ പാര വെച്ചു യുദ്ധം, ഇനി നിങ്ങൾ വെളിയിലാകാൻ പോകുന്ന ബിസിനസ്സിൽ നിങ്ങൾ വെളിയിൽ, അതല്ല. പിശാചിന് സന്തോഷം. ആത്മീകനെന്ന് വിളിപ്പേര് കേട്ടൊരു വ്യക്തി ജോലി സ്ഥലത്തിൽ അവന്റെ യജമാനന് കീഴ്പ്പെടാതെ യജമാനന്റെ ലാഭത്തിൽ നിന്ന് കൈയിട്ട് വാരുമ്പോൾ അവൻ ആത്മീയ യുദ്ധത്തിൽ തോറ്റു. ആരും സ്തോത്രം പറയുന്നില്ല, ആരും ഹല്ലേലൂയ പറയുന്നില്ല. ഇതാ യുദ്ധം. എപ്പോഴാ യുദ്ധം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോഴല്ല. ഇത് ഏറ്റവും സേഫ് സോണിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇവിടെ കയ്യിലെല്ലാം ബൈബിളും പിടിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. സേഫ് സോൺ. യഥാർത്ഥ വാർ സോൺ എന്ന് പറഞ്ഞാൽ മൺഡേ ത്രൂ സാറ്റർഡേ. എവിടെ വാർ സോൺ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ 1 മണിക്ക് കഴിഞ്ഞ് കഞ്ഞി കുടിക്കുന്നെങ്കിൽ കഞ്ഞി കുടിച്ചിട്ട് പോയി വണ്ടിയെ കയറുമ്പോൾ മുതൽ വാർ സോൺ. ഈ മറ്റേ ഇപ്പം നടക്കുന്നല്ലോ ലോകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അമേരിക്ക, അത് ഇത് വലിയ പ്രശ്നം. പക്ഷേ ആത്മീയന് വാർ സോൺ എന്ന് പറഞ്ഞാൽ എഴുതി വെക്കാൻ ഒക്കത്തില്ല എങ്ങും. എന്നാൽ എല്ലായിടവും വാർ സോണാ. തലയിൽ അത് എഴുതി വെച്ചുകൊണ്ട് നടക്കണം. ഐ ആം വാക്കിംഗ് ഇൻ വാർ സോൺ. കുടുംബത്തിലായിരിക്കുമ്പോൾ വാർ സോൺ, ട്യൂഷന് പോകുമ്പോൾ വാർ സോൺ, ഞാൻ വാർ സോണിലാണ്. അല്ലെങ്കിൽ എളുപ്പമായിരുന്നു. കാരണം വാർ സോൺ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറുമ്പോൾ ഒരല്പം തയ്യാറെടുപ്പോടെ കയറാം. പക്ഷേ ആത്മീകൻ, ഇരുത്തപ്പെട്ടവൻ, യേശുവിൻ്റെ കൂടെ ഇരുത്തപ്പെട്ടവൻ, നടക്കുവാൻ വിളിക്കപ്പെട്ടവൻ, അവസാനം പറയിരിക്കുക, നിങ്ങൾ എതിർത്ത് നിൽക്കണം. നിങ്ങൾ ഇരുന്നാ പോരാ, നിങ്ങൾ നടന്നാൽ മാത്രം പോരാ, നിങ്ങൾ നിൽക്കണം. എങ്ങനെ നിൽക്കണം? അവന്റെ ശക്തിയിൽ ഉറച്ച്. ഈ വാർ സോണിൽ നിങ്ങൾക്കെതിരെ വരുന്ന ശക്തിയെ തിരിച്ചറിഞ്ഞ് അവനെ കാൽ കീഴിൽ വെക്കാനുള്ള അഭിഷേകം തിരിച്ചറിഞ്ഞ് നിൽക്കണം. അപ്പോഴാ ആ രക്ഷപ്പെടുന്ന, രക്ഷയിലേക്ക് നടത്തുന്നതിൻ്റെ പൂർണ്ണ അർത്ഥം തന്നെ ഉണ്ടാകുന്നത്. ഇനിയും എല്ലാവരും യുദ്ധത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. 2, ഈ ബാറ്റിൽ ഫിസിക്കൽ അല്ല, കണ്ണി കാണുന്ന വ്യക്തിയെ അല്ല, ഇത് അൺസീൻ ഫോഴ്സസാ. കണ്ണി കാണുന്നവരോടാ നമുക്ക് പ്രയാസം തോന്നുന്നത്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇത് ജഡരക്തങ്ങളോടല്ല. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഇത് ഈ 2020 ആദ്യത്തിൽ പേടിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല. വിജയം നിങ്ങൾക്ക് ഉറപ്പാ. വിജയം ഉറപ്പാ. യുദ്ധമുണ്ട്, വിക്ടറി ഈസ് ഷുവർ. പ്രിപ്പറേഷൻ ശരിയാണെങ്കിൽ യുദ്ധം ഉറപ്പാ. ഇനി ഒന്നും എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കിയാൽ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. നിങ്ങൾ പറ, കർത്താവിൻ്റെ ബലം എൻ്റെ ബലമായി മാറുമ്പോ, അതല്ലേ എൻ്റെ അർത്ഥം? ഒടുവിൽ കർത്താവിലും. എൻ്റെ ബലത്തിൽ ഇതൊക്കത്തില്ല, എൻ്റെ കഴിവിൽ ഇതൊക്കത്തില്ല.
എൻ്റെ ചിന്താശക്തിയിലോ എഡ്യൂക്കേഷനിലോ ഇതൊക്കത്തില്ല. അതുകൊണ്ട് എഴുതിയിരിക്കുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. രാവിലെ ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ടു വിൻ ദ ബാറ്റിൽ. നിങ്ങളെ കൊണ്ടത് കഴിയത്തില്ല. നിങ്ങളുടെ സാമ്പത്തിക ആ അസറ്റ്സ് കൊണ്ട് അത് കഴിയത്തില്ല. മറ്റ് ഒരു പിടിപാട് കൊണ്ടോ ഒന്നുകൊണ്ടോ കൗൺസിലിംഗ് കൊണ്ടോ അത് കഴിയത്തില്ല. ഒരു ശക്തി കൊണ്ട് അത് കഴിയും. ഇന്ന് പകൽ ആ ശക്തി ഇതിനകത്തുണ്ട്. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. 2020 കുടുംബ ചിഹ്നമല്ല ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്, ഐക്യത ഉണ്ടാകട്ടെ. എല്ലാ സ്പിരിറ്റ് ഓഫ് ഡിസ്യൂണിറ്റിയെയും ദൈവവചനത്താൽ ഇന്ന് പകൽ ദൈവം അകറ്റി നിർത്തട്ടെ. യൂണിറ്റിയിലേക്ക് ദൈവം ഇന്ന് പകൽ നമ്മളെ വിളിക്കുന്നു. തിരിച്ചറിയുക, ബാറ്റിൽ ഈസ് ഡിസ്യൂണിറ്റി കാണാൻ വേണ്ടിയാണ് പിശാചിന്റെ കൊതി. എല്ലാ മാതാപിതാക്കളും ഇന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞിട്ട്, എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഉറക്കം വിളിച്ചു പറഞ്ഞിട്ടേ പോകാവൂ. ഞാൻ ചുമ്മാ കൈയടിച്ച് പാടാൻ വേണ്ടി മാത്രമല്ല വന്നത്. പിശാചേ, നിന്റെ മുമ്പിൽ, വാഴ്ചയുടെ അധികാരത്തിന്റെ മുമ്പിൽ എന്റെ കുടുംബത്തിൽ ഡിസ്യൂണിറ്റിക്ക് സ്ഥാനമില്ല. ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൈപിടിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങൾ ഒരുമിച്ച് പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ പോകുന്നു. ഇങ്ങനൊരു സന്ദേശം ഇന്ന് വിളിച്ചു പറയാൻ കാരണം വേറെ ഒന്നുമല്ല, അങ്ങനെ അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് മുൻകൂട്ടി ഇത് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവം ആഴമായി ഈ കാര്യങ്ങൾ എന്നിൽ ഇടപെട്ടപ്പോൾ, കർത്താവേ, നമ്മളിൽ എത്ര പേര് തിരിച്ചറിഞ്ഞു ഈ ബാറ്റിൽ ഇങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, വാശിപ്പുറത്ത് രണ്ടുപേരും 2 മുറി കയറിയിരുന്ന് പ്രാർത്ഥിക്കും. കാരണം ആത്മീയ പോരാട്ടമാ. ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാം, നീ അവിടെ പ്രാർത്ഥിക്കുക. അതല്ല, ഒരുമിച്ച് വരുമ്പോൾ താഴെ വീഴുന്ന ശക്തി തിരിച്ചറിയണം. ഇതുവരെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത വിഷയമുണ്ടെങ്കിൽ ഭാര്യമാരെ ഭർത്താക്കന്മാരെ കൈ കൊടുത്തൊന്ന് പ്രാർത്ഥിക്ക. അതിന്റെ മുമ്പിൽ വീഴാത്ത മതിലുകളില്ല, അതിന്റെ മുമ്പിൽ വീഴാത്ത ഒരധികാരങ്ങളുമില്ല. അതിൽ വലിയ ശക്തിയുണ്ട്. When husband and wife join hands, ഐക്യതയോട് പ്രാർത്ഥിക്കുമ്പോ, അല്ല അത് തന്നെയല്ലേ യേശു പറഞ്ഞത്, ഭൂമിയിൽ 2 പേർ, 2 or 3 പേർ. അടുത്ത വാക്യം, ഈ 2 or 3 പേർ ആരാ? ഒരു സഭയുടെ ചിത്രമല്ലത്. ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ഏക മനസ്സോടെ 2 or 3 പേർ എന്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും, ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക്. ഇന്ന് മുതൽ പരീക്ഷിച്ചു നോക്ക്. ഏത് വലിയ കേടുകെട്ടിയ വിഷയവും നിന്റെ കാലിന്റെ താഴെ കൊണ്ടുവരും ഈ പരിശുദ്ധാത്മ ശക്തി. ഇനി മറുപടി ഇല്ലെന്ന് പറയുന്ന വിഷയമാണെങ്കിലും മുഴങ്കാൽ മടക്കി തല ഈ കാലിന്റെ കീഴിൽ വന്നേലേ ഒക്കൂ. കാരണം 1:17-18 എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? വാഴ്ചയും അധികാരത്തെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയവനാ എനിക്ക് ശക്തി തരുന്നതെങ്കിൽ, ഈ വാഴ്ചയോട് അധികാരത്തോട് തന്നെയാ ഞാൻ യുദ്ധം ചെയ്യുന്നതെങ്കിൽ, പിശാചിനോട് വിളിച്ചു പറയണം, പിശാചേ, എനിക്കൊരു സത്യം അറിയാം, നീ ഓൾറെഡി തോൽപ്പിക്കപ്പെട്ടവനാ, നീ ഓൾറെഡി എന്റെ കാലിന്റെ കീഴെ ഇരിക്കാൻ വിധിക്കപ്പെട്ടവനാ. എന്റെ കുടുംബത്തിൽ നീ വാണത് മതി. അത് വിളിച്ചു പറയണം കേട്ടോ. എന്റെ കുടുംബത്തിൽ നീ വാണത് മതി. എന്റെ കുടുംബത്തിൽ നീ അസമാധാനം ഉണ്ടാക്കിയത് മതി. നീ എന്റെ കാലിന്റെ കീഴിൽ പോകണം. ഇത് ചുമ്മാ അങ്ങനെ പറഞ്ഞു വിടാൻ ഒക്കത്തില്ലെന്ന് പൗലോസിന് അറിയാം. എനിക്കത് നല്ലവണ്ണം അറിയാം. കാരണം ഇത്രയും മാത്രം പറഞ്ഞു വിട്ടാൽ പ്രശ്നം കൂടത്തേ ഉള്ളൂ. ഇത്രയും മാത്രം പറഞ്ഞു വിട്ടാൽ യുദ്ധമാണെന്നറിയാം, കുടുംബത്തിലാ വെളിപ്പെടുന്നതെന്നറിയാം, കുഞ്ഞുങ്ങൾ പ്രശ്നമാണെന്നറിയാം. ഇതിരിപ്പോൾ ആരാ പ്രശ്നം? നിന്നിലൂടെ പിശാച് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കളയും. പിശാചിനെ കാണത്തില്ല, പക്ഷേ ഇന്നത്തെ മെസ്സേജ് നിന്നോടായിരുന്നു. അങ്ങനെ അത് നിന്നു പോവും. അതുകൊണ്ട് അവിടെ നിർത്തുന്നില്ല. 14-ാമത്തെ വാക്യം നോക്കിക്കേ. 14-ാമത്തെ വാക്യം വായിക്കാമോ? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. നോക്കിക്കേ, 4 പ്രാവശ്യം
10 മുതലുള്ള വാക്യങ്ങളിൽ 4 ടൈംസ് ആവർത്തിക്കുന്ന ഒരു വാക്കാണ് സ്റ്റാൻഡ്, നിൽക്കുക. 6:11 നോക്കിയ 6:11 put on the full armor of God so that you can stand. നീ നിൽക്കണം. 13-ാമത്തെ വാക്യത്തിൽ 2 പ്രാവശ്യം സ്റ്റാൻഡ്. 14-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ പിന്നെയും സ്റ്റാൻഡ്. ഒരു ഇമ്പോർട്ടന്റ് വാക്കാ കേട്ടോ. ആത്മീക പോരാട്ടത്തിലെ ഒരു ഇമ്പോർട്ടന്റ് വാക്കാണ് ഞാൻ പറയുന്നത്. യു ഷുഡ് സ്റ്റാൻഡ്. എല്ലാ ആഴ്ചയും വന്ന് ഐ ആം സീറ്റഡ് എന്ന് മാത്രമല്ല പറയേണ്ടത്, ഐ ആം വാക്കിംഗ് എന്ന് മാത്രമല്ല പറയേണ്ടത്, ഐ വാണ്ട് ടു സ്റ്റാൻഡ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇരുത്തപ്പെട്ടവനായോ ഇരുത്തപ്പെട്ടവളായോ മാത്രമല്ല, വിശുദ്ധിയിൽ നടക്കുന്നു അതും മാത്രമല്ല, പിശാചേ 2020 എനിക്ക് എഴുന്നേറ്റ് നിനക്കെതിരെ നിൽക്കണം. ആവർത്തിച്ച് പറയുക സ്റ്റാൻഡ്, വിട്ടുകൊടുക്കല്ല, നിൽക്കണം. എന്നിട്ട് 2 പ്രാവശ്യം വേറൊരു വാക്ക് ആവർത്തിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു പുട്ട് ഓൺ, ധരിച്ചുകൊള്ളുക. 14-ാമത്തെ വാക്യത്തിൽ പിന്നെയും ധരിച്ചുകൊള്ളുക. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പറയാം. നിൽക്കണം. നിൽക്കുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണ്ട, ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുക, അത് എടുത്തങ്ങിട്ടാ മതി. ആർമർ ഓഫ് ഗോഡ് ഇസ് നോട്ട് അവർ എഫേർട്സ്. ആർമർ ഓഫ് ഗോഡ് ഇസ് എ ഗിഫ്റ്റ്. ദൈവം തരുന്നു. ആർമർ ധരിക്കണം. വലിയ കവചം നിൽക്കുന്നവർക്ക് അത്യാവശ്യം. അല്ല, പിന്നെ ഞാൻ ആവർത്തിക്കാം. നിങ്ങൾ ആർക്കെങ്കിലും തോന്നുക എനിക്കെങ്ങനെയാലും ഒരു സൈഡിൽ കൂടെ അങ്ങ് ഇരുത്തപ്പെട്ടവനായി പോയാൽ മതി, ഈ വലിയ യുദ്ധപരിപാടിയൊന്നും എനിക്ക് ആവശ്യമില്ല, ഈ യുദ്ധപരിപാടിയുടെ മെസ്സേജ് കേൾക്കുമ്പോൾ എനിക്കാകെ പേടി തോന്നുന്നു. അങ്ങനെ ആണെങ്കിൽ 2 സാധ്യതയാണ് ഉള്ളത്. 1, ഇതുവരെ ഇരുത്തപ്പെട്ടിട്ടില്ല. 2, ഓൾറെഡി താഴെ പോയി. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ 2 പ്രതികരണം ഉണ്ടാകാം. ചിലർക്ക് ചിന്തിക്കും യെസ് എനിക്ക് നിൽക്കണം, ഈ വർഷം നിൽക്കണം. ചിലർക്ക് തോന്നാനുള്ള സാധ്യത നിൽക്കുക മതി, ഇരുത്തപ്പെട്ടത് മതി, സ്വർഗത്തിൽ പോവാം. ഈ 6-ാം അധ്യായം 10 മുതൽ എന്നെ നോട്ട് ആപ്ലിക്കബിൾ, എനിക്കിത് കേൾക്കാനേ താല്പര്യമില്ല. ആത്മീയ യുദ്ധം എന്ന് കേൾക്കുന്നതന്നെ എനിക്ക് പേടിയാ. 2 സാധ്യതകളാ. 1, ഇരുത്തപ്പെട്ടോന്ന് സംശയം. 2, വീഴ്ത്തപ്പെട്ടോന്ന് സംശയം. ഓൾറെഡി താഴെ കിടന്ന് ജീവൻ ഇല്ലാതാവുമ്പോഴാ ചിന്ത വരുന്നത്, ഓ ഇനിയിപ്പോൾ എന്തോ യുദ്ധം കഴിഞ്ഞു എല്ലാം. ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ആരും ആ കൂട്ടത്തിലല്ല. നമ്മളെല്ലാവരും പഠിക്കാൻ പോവുക, ഒരുമിച്ച് നിൽക്കണം. ഈ ഞായറാഴ്ച ഇവിടുന്ന് ഈ സന്ദേശം കേട്ട് വെളിയിൽ പോകുമ്പോൾ we want to stand, a standing generation. നിൽക്കുന്ന തലമുറ. നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത് ശ്രദ്ധിക്കുക, അരയ്ക്ക് സത്യം കെട്ടണം. ഈ റോമ ഒരു പടയാളിയെ കുറിച്ച് പൗലോസിന് ബുക്കി വായിച്ചുള്ള അറിവല്ല, കണ്ടുള്ള അറിവാ. കാരണം കാരാഗ്രഹങ്ങളിൽ കിടന്ന് ഇത് ഒരു കോപ്പി പോലെ പൗലോസിന് മനസ്സിലുണ്ട്. റോമ പടയാളികളുടെ ആ ഉടുപ്പും അതിൻ്റെ ഉപകരണങ്ങളും എല്ലാം കൂടെ പിടിച്ചു നിർത്തുന്ന ഒരു കണ്ണിയാണ് ദ ബെൽറ്റ്. അരയ്ക്ക് സത്യം കെട്ടുക എന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റ് ഇല്ലാതെ ഈ യുദ്ധത്തിന് പോയാൽ ശരിയാവത്തില്ല യുദ്ധം. ഈ ഉള്ള സാധനങ്ങളൊന്നും അത് സ്ഥാനത്ത് ഇരിക്കത്തില്ലെന്ന് മാത്രമല്ല, യു വിൽ നോട്ട് ബി എഫക്റ്റീവ്. യുദ്ധത്തിൽ ജയിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് എല്ലാവർക്കും യുദ്ധത്തിലാണെന്നുള്ള മനസ്സിലായി, ജയമുണ്ടെന്നുള്ള മനസ്സിലായി, കണ്ണി കാണുന്ന ശത്രു അല്ലെന്നുള്ള മനസ്സിലായി. എന്താ ആവശ്യം? എല്ലാവർക്കും ഒരുപോലെ, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ആവശ്യം സത്യം അരക്കി കെട്ടണം. പ്രശ്നം ഇതാ, എന്തായി സത്യം? എന്ത് സത്യത്തെക്കുറിച്ചാണ് പറയുന്നത്? 4-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഈ ആർമർ ഓഫ് ഗോഡ് അതിനെക്കുറിച്ച് പറയുന്ന വാക്കുകളെല്ലാം ഈ പുസ്തകത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വ്യാഖ്യാനത്തിന് വേണ്ടി വേറെ എങ്ങും പോകണ്ട, ഈ പുസ്തകത്തിൽ തന്നെയുണ്ട്, എഫെസ്യ ലേഖനത്തിൽ തന്നെയുണ്ട്. നോക്കിയേ, 4-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാമോ? ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്, വായിക്കാമോ? സകലത്തിലും വളരുവാൻ ഇടയാകും. ഒന്ന് നിർത്തിക്കേ.
സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുക. സത്യം അരക്കി കെട്ടേണ്ടത്. അപ്പം എന്താ സത്യം? എന്താ അരക്കി കെട്ടേണ്ടത്? 6:14 മാത്രം വായിച്ചാൽ ഒൺലി സ്പെക്കുലേഷൻ. സത്യം എന്ന് പറഞ്ഞാൽ അതായിരിക്കും, ഇതായിരിക്കും. സ്പെക്കുലേഷൻ ഒന്നും ആവശ്യമില്ല. 4:15 വ്യക്തമായി എഴുതിയിരിക്കുന്നു. സത്യം എന്ത് എന്ന് ചോദിച്ചാൽ 4:15 അടിസ്ഥാനത്തിൽ ദുരുപദേശങ്ങളുടെ പശ്ചാത്തലം അവിടെ. മുമ്പുള്ള വാക്യത്തിൽ പറയുന്നു, ഏത് കാറ്റിനാലും അലഞ്ഞുഴലുന്ന ശിശുക്കളെ പോലാകാതെ സത്യം സംസാരിച്ച് ക്രിസ്തുവെന്ന തലയോളം വളരണം എന്ന് പറഞ്ഞാൽ, സത്യം അരക്കി കെട്ടുക എന്ന് പറഞ്ഞാൽ ദ പ്യോർ ഗോസ്പൽ, സുവിശേഷത്തിന്റെ സത്യം, വാട്ടിക്കോട്ടാതെ കൂട്ടിച്ചേർക്കാതെ വെള്ളമൊഴിച്ച് ഡൈല്യൂട്ട് ചെയ്യാത്ത സത്യവചനം. ഇന്ന് പകൽ അങ്ങനെ ഒരു ആഗ്രഹം വരണം. സഭയായി നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വേണം. Let us be known as a church which has the belt of truth. സത്യം അരക്കി കെട്ടിയ ഒരു സഭ, സത്യം അരക്കി കെട്ടിയ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ, സുവിശേഷങ്ങൾ കോട്ടിമാറ്റപ്പെടുന്നു, പരിസര പ്രദേശങ്ങളിൽ കോട്ടിമാറ്റപ്പെടുന്നു, ലോകത്തിൽ മുഴുവൻ കോട്ടിമാറ്റപ്പെടുന്നു. യേശു എന്തിനു വേണ്ടി വന്നെന്ന് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഇന്ന് പകൽ വിളിച്ചു പറയണം, സത്യ സുവിശേഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്താ സത്യസുവിശേഷം? സത്യസുവിശേഷം എന്ന് പറഞ്ഞാൽ, യേശു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പിപ്പാൻ. സുവിശേഷം എന്ന് പറഞ്ഞാൽ, പാപിയായ മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം നിമിത്തം അവനെ പിതാവിങ്കലേക്ക് അടുപ്പിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാ സുവിശേഷം. സുവിശേഷം രോഗസൗഖ്യമാകുന്നതല്ല, സുവിശേഷം വാഹനം മാറുന്നതല്ല, സുവിശേഷം കുറച്ചുകൂടെ ധനമുണ്ടാക്കുന്നതല്ല. സുവിശേഷം പാപത്തിന്റെ പഴുപ്പിനെ ഇളക്കിക്കറിഞ്ഞ് ബന്ധം മുറിഞ്ഞു കിടന്ന മാനവരാശിയെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്ന സദ്വർത്തമാനമാ സുവിശേഷം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുമ്പോൾ ഒരു വലിയ ആവേശം ഉണ്ടാകണം. ദൈവമേ, ഈ ലോകത്തിൽ എനിക്ക് എന്ത് ഉണ്ട് ഇല്ലെന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. ഞാൻ ഏത് വാഹനത്തെ വന്നു എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. ഞാൻ റെന്റ് വീട്ടിലാണോ സ്വന്തം വീട്ടിലാണോ എന്നുള്ളതല്ല കാര്യം. സത്യ സുവിശേഷത്തിലൂടെ എനിക്ക് യേശുവുമായി ഒരു ബന്ധം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സത്യം ഞാൻ അരക്കി കെട്ടുന്നു. I will not compromise the truth of the gospel. സത്യ സുവിശേഷത്തിന്റെ നിർമ്മല വചനങ്ങൾ ലാഭത്തിന് വേണ്ടി വിൽക്കാൻ ഞാൻ തയ്യാറല്ല. ആളിനെ കൂട്ടാൻ വേണ്ടി സുവിശേഷത്തിൽ പഞ്ചസാര ചേർക്കണ്ട. ആളിനെ കൂട്ടാൻ വേണ്ടി സുവിശേഷത്തെ മാറ്റിക്കോട്ടണ്ട. ഇന്ന് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാനുള്ളത്, ക്യാൻസറിനെ കാട്ടിൽ ഏറ്റവും അപകടകാരി പാപമാ. ക്യാൻസറിൽ നിന്ന് സൗഖ്യമായാലും നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരേ ഒരു വ്യക്തിക്ക് കഴിയത്തുള്ളൂ, അത് യേശു മാത്രം. ചിലപ്പോൾ റീജിയണൽ ക്യാൻസർ സെന്ററിലും ക്യാൻസറിന് ട്രീറ്റ്മെന്റ് കാണും. ചിലപ്പോൾ മാനസിക അസ്വാസ്ഥ്യത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു മനോരോഗി വിദഗ്ധൻ കാണും. പാപത്തിനെ ട്രീറ്റ് ചെയ്യാൻ ഒരു മെഡിസിൻ ഇല്ല. പാപത്തിന് പരിഹാരം ചെയ്യാൻ ഒരു പ്രീസ്റ്റിനോ ഒരു കൗൺസിലർക്കോ ഒരു ഡോക്ടർക്കും കഴിയാതിരിക്കെ ഈ അഖില ചരാചരങ്ങളെ ഉണ്ടാക്കിയ ദൈവം തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മുടെ പാപത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് വാക്യം പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. എന്തുകൊണ്ട് ഇഷ്ടം തോന്നി? ജോയെ ദൈവവുമായി നിരപ്പിക്കുവാൻ ഒരു യാഗമരണം ആവശ്യമായിരുന്നു. ഇത് സുവിശേഷം. അല്ലാതെ അവിടെ പാതി ഇവിടെ പാതി അങ്ങനെ ഒരു പരിപാടി ഇല്ല. സത്യ സുവിശേഷം. പാപം, sin is more worse than cancer. ഏത് രോഗത്തെക്കാട്ടിൽ അപകടകാരി പാപമാ. രോഗത്തെക്കുറിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ച് പാപത്തെ ലഘൂകീകരിക്കുന്ന പ്രവണത നമുക്ക് ആവശ്യമില്ല. രോഗിയായി ഇരുന്നാലും സാരമില്ല, എന്റെ പാപത്തെ എന്നിൽ നിന്ന് അകറ്റണമേ. എന്റെ പാപത്തെ എന്നിൽ നിന്ന് അകറ്റി മാറ്റി എന്നെ ശുദ്ധീകരിക്കണമേ.
അതാ സത്യം. അതങ്ങോട്ട് അരക്കി കെട്ടുമ്പോ ഉണ്ടല്ലോ, പാതാള ഗോപുരങ്ങൾ കിടുങ്ങും കിടുങ്ങും കിടുങ്ങും. പാതാള ഗോപുരങ്ങളെ കിടുക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കണം. കുറെ രോഗസൗഖ്യം പറഞ്ഞാൽ പാതാള ഗോപുരം കിടുങ്ങത്തില്ല. കുറെ സാമ്പത്തിക ഉദ്ധാരണം പറഞ്ഞാൽ പാതാള ഗോപുരം കിടുങ്ങത്തില്ല. വാഴ്ച അധികാരത്തെയും പാതാള ഗോപുരങ്ങളെയും വിറപ്പിക്കണമെങ്കിൽ പാപത്തെ തൊടണം. അതാ സുവിശേഷം. പാപത്തെ തൊടുന്ന മാത്രമല്ല, പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരാൾക്കേ കഴിയത്തുള്ളൂ, യേശു. പേരിന്റെ അർത്ഥം രക്ഷകൻ. ഇത് അങ്ങോട്ട് അരക്കി കിട്ടുക. അത് മാത്രമല്ല സത്യം. സത്യസുവിശേഷം എന്നുള്ളത് മാത്രമല്ല ബെൽറ്റ്. 4-ാമത്തെ അധ്യായത്തിൽ നോക്കിക്കേ, ചാപ്റ്റർ 4:25. സൺഡേ സ്കൂൾ ക്ലാസ് ആയിട്ട് തോന്നും. 4:25 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ സത്യം എന്നുള്ളത് സത്യസുവിശേഷമാണ്. 4:25 സത്യം അരക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ സത്യം എന്നറിയാമോ? 25-ാം വാക്യം നോക്കിയേ. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നിർത്തിക്കേ. എന്താ അപ്പൊ സത്യം? സത്യം സത്യസുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരനോടെന്നാ. ഞാൻ അതിനെ ഈ ആത്മീയ യുദ്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ അന്യോന്യം സത്യം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് അന്യോന്യം സത്യം, യജമാനന്മാരും സ്ലേവ്സും അടിമകളും അന്യോന്യം സത്യം. അവിടെ ആത്മീയ പോരാട്ടം. 6 മണിക്ക് വീട്ടിൽ കയറണമെന്നുള്ളതാണ് നിങ്ങളുടെ ഫാമിലിയിലെ നിബന്ധനയെങ്കിൽ ഇവരെല്ലാവരും ബാറ്റിൽ ഫീൽഡിലാണ്. എപ്പോഴാണെന്നറിയാം? ഞായറാഴ്ച വന്നിരിക്കുമ്പോഴല്ല, സൺഡേ സ്കൂളിൽ വരുന്നു, പരീക്ഷ എഴുതുന്നു, ഇതൊന്നും അല്ല. 6 മണി കഴിഞ്ഞു, നമ്മൾ പിന്നെയും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കറങ്ങി നടക്കുക. തിരിച്ചൊരു 7 മണിയാകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മി വാതകം നീക്കുക. 6 മണിക്ക് വീട്ടിൽ വരേണ്ട നീ എവിടെയായിരുന്നു? അതാ ബാറ്റിൽ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ കുറേ കഥകളുണ്ട്. പ്രൊജക്റ്റിന് അങ്ങോട്ട് കൊടുത്തപ്പോൾ അവിടെ കരണ്ട് പോയി, അരമണിക്കൂർ ഇരിക്കാൻ പറഞ്ഞു. ഇത് പറയുമ്പോഴേ പറയുന്ന ആക്ക് തന്നെ അതിശയമാണ്, ഇതെല്ലാം കറക്റ്റിന് വരുന്നുണ്ടല്ലോ. കറക്റ്റിനെല്ലാം വരും, പക്ഷേ തോറ്റുപോയി. എവിടെ തോറ്റുപോയെന്ന് ചോദിച്ചാൽ, ഇൻ ദാറ്റ് സ്പിരിച്വൽ ബാറ്റിൽ യു ആർ ഡിഫീറ്റഡ്. സത്യം അരക്കി കെട്ടുക എന്ന് പറഞ്ഞാൽ സത്യം മാത്രം സംസാരിക്കുക. ജോലി സ്ഥലങ്ങളിൽ ഇന്നലെ കണ്ടില്ലല്ലോ, ഇന്നലെ ലീവായിരുന്നോ? ഇന്നലെ ഭയങ്കര നടുവേദനയായിരുന്നു, പക്ഷേ കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു. അത് ആത്മീയ പോരാട്ടം. ആത്മീയ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഹല്ലേലൂയ പറയുന്നത് മാത്രമല്ല, ആത്മീയ പോരാട്ടം എന്ന് പറഞ്ഞാൽ നേര് സംസാരിക്കുക. അവധി എടുക്കണം. നിങ്ങളുടെ നോട്ടത്തിൽ അവധി കിട്ടത്തില്ല. നേരെ ചെന്ന് മാനേജറോട് പറയുക, ഐ ഹാവ് ടു ടേക്ക് എ ലീവ് ബിക്കോസ് ദർ ഇസ് എ വെഡിങ്. സത്യം സംസാരിക്കുക. അത് അരക്കി കിട്ടുമ്പോൾ പാതാള ഗോപുരങ്ങൾ കീട്ടിലം കൊള്ളും. അല്ലാതെ കള്ളം പറയുന്ന ഒരാൾ ഇവിടെ നിന്നിനി എന്ത് പ്രകടനം ചെയ്താലും പാതാള ഗോപുരങ്ങൾ നോക്കി ഘോഷിക്കുക, കൊള്ളാം. ഇങ്ങനെ കുറെ ആൾക്കാരെ കിട്ടിയാൽ നല്ലതാണ് പാതാള ഗോപുരങ്ങൾക്ക്. ആത്മീയ പോരാട്ടം എന്നുള്ളത് സത്യം വിശ്വസിക്കുക, സത്യം സംസാരിക്കുക. നിങ്ങൾക്കറിയാമോ, ഒരുപക്ഷെ നിങ്ങൾ പലരുടെയും ജനറേഷനെ ഇത് ബാധിക്കത്തില്ലായിരിക്കാം. കാരണം നിങ്ങളുടെ കഴിഞ്ഞിട്ടുള്ളൊരു ജനറേഷനിലാണ് ഇത് കൂടുതൽ. ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആത്മീയ പോരാട്ടം എന്നുള്ളത് ദ യൂസ് ഓഫ് മൊബൈൽ. സ്വന്തം ഭാര്യ അറിയാത്ത കമ്മ്യൂണിക്കേഷൻസ്, സ്വന്തം ഭർത്താവ് അറിയാത്ത കമ്മ്യൂണിക്കേഷൻ, വാട്സാപ്പ്, IMO കോൾ, ഇപ്പോൾ ഒത്തിരി ഉണ്ട്, ടിക്ടോക്കോ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പാസ്വേഡൊക്കെ ഇട്ടങ്ങ് ഉറപ്പിച്ച് വെച്ചിരിക്കുക. ഫോണെ തൊടുന്നത് ഹൃദയത്തെ കുത്തുന്നതല്ല പലർക്കും. എന്നെ തൊട്ടോ എന്നോട് സംസാരിച്ചോ ഇതത്തെ തുടരുത്. അവിടെ പറ്റിപ്പോകുന്നത് യു ആർ എ ഡിഫീറ്റഡ് മാൻ. ആത്മീയ യുദ്ധത്തിൽ തോറ്റുപോയി. കാരണം സത്യമില്ല ആ ഇൻസ്ട്രുമെന്റിൽ. ആ ഇൻസ്ട്രുമെന്റ് കളവിൻ്റെ ഏജന്റാ. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ഫോൺ വരുമ്പം പെട്ടെന്ന് ചിലരങ്ങ് അപ്രത്യക്ഷമാകുന്നത് കാണാം. വീട്ടിൽ പിന്നെ കാണത്തില്ല. വല്ല റബ്ബറും തോട്ടത്തിലോ ടെറസിൻ്റെ മണ്ടയിലോ. എന്താരാ വിളിച്ചത്? അതിപ്പം കുറച്ച് കാര്യം പറയാൻ വേണ്ടി വിളിച്ച. ഒത്തിരി കാര്യങ്ങളുണ്ട്, പിന്നെ പറയാം.
ഈ ഒത്തിരി കാര്യങ്ങളും പിന്നെയും ഓർത്തോണം, അപ്പോഴേ പോയി, തോറ്റുകൊണ്ടിരിക്കുന്നു, സത്യം ഇല്ലാതെയാകുന്നു. ഞാൻ ഇന്നത്തെ ജനറേഷന്റെ ഒരു ചലഞ്ചാണ് ഇവിടെ പറയുന്നത്. പല കുടുംബങ്ങളും തകരുന്നു ബിക്കോസ് there is no truth. ഭാര്യയും ഭർത്താവും തമ്മിൽ സത്യമില്ല, കളവ് പറയുന്നു, മുഖത്ത് നോക്കി കള്ളം പറയുന്നു. പക്ഷെ ആത്മീയരാ, പാടും, പ്രസംഗിക്കും, വേണമെങ്കിൽ സഹോദരി സമാജത്തിന് നല്ല പ്രബോധനം ചെയ്യും, പക്ഷെ സത്യമില്ല. ഇന്ന് പകൽ കർത്താവ് നമ്മളെ വിളിക്കുക, തിരിച്ചറിയുക, എനിമിയെ തിരിച്ചറിയുക. എനിമി എന്ന് പറയുന്നത് ഈസ് ആഫ്റ്റർ ലൈസ്. പിശാച് എന്നുള്ളത് ഭോഷ്കാണ്, ഭോഷ്കിന്റെ അപ്പനാണ്. ഈ ഭോഷ്ക് ഒരു കുടുംബത്തിലേക്ക് കയറ്റി വിടുമ്പോൾ ഓർത്തോണം, ദാറ്റ് ഫാമിലി ഈസ് ഗോയിങ് ടു ബി ഡിസ്ട്രോയിഡ്. ഒരു ഡിസ്ട്രക്റ്റീവ് എഫക്റ്റ് ആണ് ലൈസിനുള്ളത്. മൂവിങ് ഓൺ. അത് കഴിഞ്ഞിട്ട് എന്താ? ആദ്യം സത്യം അരക്കി കെട്ടുക, പിന്നെന്തേ? നീതി എന്ന കവചം ധരിച്ചു. നീതി എന്ന കവചം ധരിക്കുക. ഞാൻ ഓർപ്പിച്ച പോലെ ഈ നീതി എന്നുള്ളത് ആദ്യമായിട്ടല്ല ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ ആർമർ ഓഫ് ഗോഡ് മനസ്സിലാക്കാൻ എഫേസ്യ ലേഖനം 1 മുതൽ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. എന്താ ഈ നീതി എന്ന് പറഞ്ഞാൽ? നീതിക്ക് വേറൊരു വാക്കുമായി എഫേസ്യ ലേഖനത്തിൽ ബന്ധമുണ്ട്. റൈച്ചസ്നെസ് ഹാസ് എ ക്ലോസ് കണക്ഷൻ. നോക്കിയേ, ചാപ്റ്റർ 4:24, 4-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. സത്യത്തിന്റെ ഫലമായ നീതിയിലും, അർത്ഥം ശ്രദ്ധിച്ചോ, വിശുദ്ധിയിലും. അപ്പൊ എന്താ? അരയ്ക്ക് സത്യം കെട്ടി. ഇനി കവചം എന്താ? നീതി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം നീതി നീതി, ഞാൻ ഈ വാക്കൊന്ന് ഉപയോഗിച്ചേ, വിശുദ്ധി. നീതിയിലും വിശുദ്ധിയിലും ഒരുപോലെ പോകുന്ന പദമാ. റൈച്ചസ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് വാട്ട് ഇസ് റൈറ്റ്. ഹോളിനെസ് എന്ന് പറഞ്ഞാൽ ദ വൺ ഹു ഡസ് അക്കോർഡിംഗ് ടു ഗോഡ്സ് പ്രിസെപ്റ്റ്സ്. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് ദൈവഹിതം മാത്രം ചെയ്യുന്നവൻ. അപ്പൊ പറ, പിശാചിന് പേടി ആരെയാ? പിശാചിന് പേടി ഒന്ന്, ആരയ്ക്ക് സത്യം കിട്ടിയവൻ, സത്യസുവിശേഷം സത്യം സംസാരിക്കുന്നവൻ. 2, പിശാചിന് പേടി ഈ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, നീതി എന്ന കവചം, വിശുദ്ധി എന്ന കവചം. അപ്പോൾ അതും ഈ വിശുദ്ധം എന്തുവാ? ഏതാ വിശുദ്ധം, ഏതാ വിശുദ്ധമല്ലാത്തത്? എങ്ങും പോകണ്ട. 5-ാം അധ്യായം 3 മുതൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. 5:3 മുതൽ വായിക്കാമോ? ദുർനടപ്പും യാതൊരു അശുദ്ധിക്കകത്ത് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുക. ദൈവത്തിന് ചേരാത്തതൊന്നും, ദൈവം അറയ്ക്കുന്നതൊന്നും, വചനം അനുവദിക്കാത്തതൊന്നും, യാതൊരു അശുദ്ധിയും. അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. എന്ന് പറഞ്ഞാൽ എന്താന്ന് എക്സ്പ്ലനേഷന്റെ ആവശ്യമേ ഇല്ല. എന്താ അത്യാഗ്രഹം? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത, ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള ആസക്തി, അഡിക്ഷൻ. അതൊരു അഡിക്ഷനാണ്. നമ്മൾ തന്നെ തിരിച്ചറിയുന്നില്ല. പക്ഷെ ആത്മീക യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം അത്യാഗ്രഹം, ദുർനടപ്പ്, അശുദ്ധി. നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അപ്പൊ കവചം വേണമെന്ന് പറഞ്ഞാൽ ഈ ഐറ്റങ്ങൾ പാടില്ല. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി, ആത്മീയ യുദ്ധത്തിന് നിൽക്കുക. ദുർനടപ്പ് ഒരൽപ്പം, അത്യാഗ്രഹം ഒരുപാട്, ഇതെല്ലാം കൂടെ ചെന്ന് ആത്മീയ യുദ്ധത്തിൽ നിന്നാൽ നേരെ ഈ ഹൃദയഭാഗത്തൂടെ പോത്തില്ലേ അസ്ത്രങ്ങൾ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? പലപ്പോഴും നമുക്ക് അറിയത്തില്ല ആത്മീക യുദ്ധത്തിൽ തോറ്റവർ. ഞാൻ അങ്ങനെ ചോദിക്കട്ടെ, ആത്മീക യുദ്ധത്തിൽ തോറ്റവർ ലോകത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ടോ? അതോ ആത്മീക യുദ്ധത്തിൽ തോറ്റവർ അവർ തൊടുന്നതിലെല്ലാം തോക്കുവോ? എന്തോ ചിന്തിക്കുന്നു. ഒരാൾ ആത്മീക യുദ്ധത്തിൽ തോറ്റ വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ അവൻ പച്ച പിടിക്കുമോ? ജീവിതത്തിൽ അവൻ നല്ല നിലയിൽ വരുമോ? അതോ ആത്മീയ യുദ്ധത്തിൽ തോറ്റാൽ അവൻ വഴിയിൽ നിൽക്കുന്ന വ്യക്തിയാവും? എന്താ യാഥാർത്ഥ്യം എന്നറിയാമോ? ആത്മീയ യുദ്ധത്തിൽ തോറ്റാലും ലോകത്തിൽ നല്ല ജീവിക്കാം. ആത്മീയ യുദ്ധത്തിൽ തോറ്റവർക്ക് നല്ല പൈസ ഉണ്ടാക്കാം.
ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം പറയാം. ഈ യുദ്ധത്തിൽ തോക്കുമ്പോഴാണ് ചിലപ്പോൾ കൂടുതൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിൻ്റെ പ്രൊപ്പോർഷൻ. തോക്കുമ്പോഴാണ് പിന്നെ അവിടെ സത്യമില്ല, പിന്നെ അവിടെ അത്യാഗ്രഹം കൂടി, പിന്നെ അവിടെ ഒരു അല്പം കള്ളമൊന്നും പറയുന്നൊന്നും ഒരു പ്രശ്നമില്ല. പൈസയും കൂടി, ലാഭം കൂടി. കള്ളം അങ്ങോട്ട് പറയുമ്പോൾ എത്തിക്സ് ഇല്ലാതെ വരുമ്പോൾ അസറ്റ്സ് കൂടി. പക്ഷേ ഇന്ന് ഈ ഞായറാഴ്ച സകലവും കാണുന്ന ദൈവം, നമ്മളെക്കുറിച്ച് ദൈവത്തിന് നല്ലവണ്ണം അറിയാം, പിശാചിന് നല്ലവണ്ണം അറിയാം. ഇതാ യുദ്ധം. ദൈവം നോക്കുമ്പോൾ പരാജയപ്പെട്ടവനിരിക്കുന്നു, പക്ഷെ ബാങ്കിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പക്ഷേ വിശുദ്ധനല്ല. വിശുദ്ധി എന്ന കവചം, ആ ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് ഇല്ല. നോക്കിക്കേ, അടുത്ത എന്താണെന്ന് നോക്കിക്കേ. സത്യം അരക്കി കെട്ടിയും നീതി എന്ന കവചം എന്ന് പറഞ്ഞാൽ ഹോളിനെസ്, പിന്നെ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമാധാന സുവിശേഷത്തിനായി ഒരുക്കം കാലിന് ചെരുപ്പെന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായി അല്ല ഈ ലെറ്ററിൽ വായിക്കുന്നത്. 2-ാമത്തെ അധ്യായം അതിൻ്റെ 17 യേശു പ്രൊക്ലെയിം ചെയ്യുന്ന പീസിനെ കുറിച്ച് പറയുന്നു. വായിക്കാമോ? 2:17 വാക്യം. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അപ്പൊ എന്താ സമാധാന സുവിശേഷം? യേശുവിനെ കുറിച്ച് പറയാ, അവൻ സുവിശേഷിച്ചു. ദൂരത്തുള്ളവർക്കും അരികെ ഉള്ളവർക്കും എല്ലാം സമാധാനം സുവിശേഷിച്ചു. സമാധാന സുവിശേഷത്തിനായി ഒരുക്കം കാലിന് ചെരുപ്പെന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം ഒരു സഭയോടുള്ള ബന്ധത്തിൽ എന്താണെന്നറിയാം? ഐക്യത ഇല്ലാതാക്കുക സഭയിൽ. കാരണം സമാധാന സുവിശേഷം എന്താ ഉണ്ടാക്കും? തമ്മിൽ സമാധാനം. യേശു സമാധാന സുവിശേഷം വിളിച്ചു പറഞ്ഞപ്പോൾ പറയാ, ഇനി യഹൂദനെന്നില്ല, യവനനെന്നില്ല, ഓൾ ആർ വൺ. എല്ലാ ഭിന്നതയുടെ മതിലുകളെയും ഇടിക്കുന്നതാ സമാധാന സുവിശേഷം. ദ ഗോസ്പൽ ദാറ്റ് ബ്രിങ്സ് പീസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ബിറ്റ്വീൻ പീപ്പിൾ. അന്യോന്യ സമാധാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആത്മീയ യുദ്ധം എന്ന് പറയുന്നത് ഈ ബിൽഡിംഗ് ഇടിച്ചു കളയുന്നതോ, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും കല്ലെറിയുന്നതോ, അല്ലെങ്കിൽ ജനറേറ്റർ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നതോ ഇതൊന്നും അല്ല. ആത്മീക യുദ്ധം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ സത്യത്തിൽ സമാധാനം നിലനിൽക്കേണ്ട ഇടത്ത് ഐക്യതയുടെ വ്യക്തികൾ പാകുന്നതാ ആത്മീയ യുദ്ധം. ഒരു സഭ ആത്മീയ യുദ്ധത്തിൽ തോക്കാന്ന് പറഞ്ഞാൽ there is division in that church. ഈ 2020 വിളിച്ചു പറയണം പിശാചിനോട്, ഞാൻ നിമിത്തം ഒരു ഐക്യതക്കേട്, അനൈക്യത ഉണ്ടാകത്തില്ല. എല്ലാവരും കാക്കണം, നമ്മുടെ അധരങ്ങളെ കാക്കണം, നമ്മൾ പറയുന്ന കമന്റിനെ ചിന്തിക്കണം. ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഞാനിത് പറയുമ്പോൾ ഇവിടെ അനൈക്യത ഉണ്ടാകുമോ, ഐക്യത ഉണ്ടാകുമോ? ആത്മീക യുദ്ധത്തിൽ പിശാചിന് കാണേണ്ടത് അനൈക്യമായ ഒരു കൂട്ടം. അനൈക്യമായ കൂട്ടത്തിലൂടെ വിശേഷാൽ ഒന്നും ഒരു ദേശത്തും നടക്കാറില്ല. അത് കേവലം ഒരു ക്ലബായി മാറും. എന്നാൽ ഐക്യതയോടൊരു കൂട്ടം നിലനിന്നാൽ, ശ്രദ്ധിച്ച് കേൾക്കണമേ, ഐക്യതയോടുകൂടി ഒരു കൂട്ടം നിലനിന്നാൽ, നമ്മുടെ സഭയെ നോക്കി ഞാൻ പറയട്ടെ, ഐക്യമായി ഇവിടെ ഒരു കൂട്ടം നിലനിന്നാൽ, ഏകഹൃദയത്തോടെ ഏക മനസ്സോടെ ഒരേ ആത്മാവിനെ പാനം ചെയ്ത് ഒരേ ഒരു ശരീരമായി നിലനിന്നാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ യേശു ഈ ലോകത്തിൽ ചെയ്തെടുക്കാൻ ഒക്കും നമ്മളിലൂടെ. സമാധാനം പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു ബോഡിയായി നമ്മൾ മാറും. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ ഐക്യത മാത്രമല്ല കേട്ടോ, ഈ സദ്വർത്തമാനം വെളിയിൽ പറയുവാനുള്ള ഒരു ഒരുക്കം അതുകൊണ്ട് അതിനകത്ത്. ഇന്ന് ചില സഭകൾ മറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നല്ല അധ്യാപകൻ, അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ ഐ ഫെൽറ്റ് വെരി സാഡ്. സുവിശേഷം പറയുന്ന അല്ല വലിയ കാര്യം, ശിഷ്യത്വമാണ് വലിയ കാര്യം. അല്ല, എൻ്റെ ചോദ്യം, സുവിശേഷം പറയാതെ എങ്ങനെയാ ശിഷ്യന്മാരുണ്ടാകുന്നത്? നോക്കിയാ ഇംബാലൻസ്. സുവിശേഷം പറയുന്ന ഒന്നും അല്ല വലിയ കാര്യം, ഇവാഞ്ചലിസം അല്ല വലിയ കാര്യം. വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഈസ് ഡിസൈപ്പിൾഷിപ്പ്. ആരോ ഇവാഞ്ചലൈസ് ചെയ്തുകൊണ്ടല്ലേ മുമ്പിൽ ആൾ വന്നേ? ആരോ ഇവാഞ്ചലൈസ് ചെയ്തത് കൊണ്ടല്ലേ മുമ്പിൽ ഡിസൈപ്പിൾഷിപ്പിന് ആൾ വന്നത്? എവറി ചർച്ച് ഷുഡ് ഹാവ് എ ബാലൻസ്.
ദൈവം നമ്മളിൽ ആ നിയോഗം തരുന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഈ വർഷം അനേകം മിനി കൺവെൻഷനുകൾ നടക്കാൻ പോകുന്നു. ആരും മാറിയിരിക്കണ്ട. എൻ്റെ കോള് ശിഷ്യത്വം, അങ്ങനെ ഒരു കോളില്ല. സുവിശേഷീകരണവും ശിഷ്യത്വവും ബൈബിളിന്റെ കാഴ്ചപ്പാടി ഒരുമിച്ച് പോകേണ്ടതാണ്. യേശു ഇത് രണ്ടും ചെയ്തായിരുന്നു കേട്ടോ. യേശു സുവിശേഷം പറയുകയും ശിഷ്യത്വത്തിൽ നയിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ വി ഓൾ മസ്റ്റ് സെറ്റ് അവർ ഫുട്ട് ഓൺ ഫയർ. നമ്മുടെ കാലുകളെ സമാധാന സുവിശേഷം പ്രൊക്ലെയിം ചെയ്യാൻ ഒരുങ്ങണം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ, മുറ്റത്ത് അത്യാവശ്യം സ്ഥലമേ ഉള്ളൂ. വന്നു തിരിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. നമ്മുടെ ഇവിടെ മിനി കൺവെൻഷന് വേണ്ട. അവിടെ യുദ്ധം നടക്കുക. ആ കൂടെ ഇത്രയും പൈസ പോകുന്നു, ഇവിടെ എല്ലാം കൂടെ വന്ന് ഇനി ഫുഡായി, ഇവിടെ ഇനി കസാരയായി, അവരങ്ങ് നടത്തട്ടെ. ആ യുദ്ധത്തിലൊന്ന് ജയിക്കണം. എങ്ങനെയാണെന്നറിയാമോ? ഈ മാസം, ഈ വർഷത്തിൽ എൻ്റെ വീട്ടിലും ഒരു സുവിശേഷ പ്രവർത്തനം നടക്കണം. ആൾക്കാർ വരട്ടെ, സുവിശേഷം കേൾക്കട്ടെ. അവിടെ തകരുന്നൊരു ശക്തിയുണ്ടെന്ന്. അതാ ആത്മീയ യുദ്ധം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, അത് പറയാനുള്ളൊരു ഒരുക്കം, അത് കാക്കാനുള്ളൊരു ഒരുക്കം, സുവിശേഷത്തിന്റെ സാധ്യതയെ കാക്കാൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ഒരുക്കം, അത് പറയാനുള്ളൊരു ഒരുക്കം. അടുത്ത ശ്രദ്ധിച്ചേ. അരയ്ക്ക് സത്യം, നീതി എന്ന കവചം, സമാധാന സുവിശേഷ ഒരുക്കം, കാലിന് ചെരുപ്പ്, പിന്നെ എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെ ശ്രദ്ധിക്കണേ. ഇതില്ലാതെ ഈ യുദ്ധം ജയിക്കാൻ ഒക്കത്തില്ല. എല്ലാറ്റിലും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ശ്രദ്ധിച്ചേ ദൈവമക്കളെ. അപ്പൊ ദുഷ്ടന്റെ കയ്യിൽ, പിശാചിന്റെ കയ്യിൽ, വാഴ്ച അധികാരങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ശക്തികളുടെ കയ്യിൽ ഉള്ള ആയുധം എന്താ? അതിനെ വിളിച്ചിരിക്കുന്നത് എങ്ങനാ? തീയമ്പ്. ഈ കവചം ഇല്ലെങ്കിൽ ഇത് നിന്നെ കത്തിച്ചു കളയും. അതായതിന്റെ അർത്ഥം. തീയമ്പാണിത്. അല്ലാതെ വന്നു കയറി പോകുന്നതല്ല, ഇത് പോഹച്ച് ഇല്ലാതാക്കും. എന്നാൽ അവിടെ ഒരു വലിയ സത്യമുണ്ട്, ശ്രദ്ധിക്കണം. അതിനെതിരെ നമ്മൾ എടുക്കേണ്ടത് എന്താ? ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം എന്ന പരിച. ഞാൻ പറഞ്ഞല്ലോ, ഒരു റോമ പടയാളിയുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാ പൗലോസ് പറയുന്നത്. ഈ റോമ പടയാളികളുടെ ഇരിക്കുന്ന പരിച ഒരു കൊച്ച് 4 അടിയുള്ള പരിചയമല്ല. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഡോറിൻ്റെ സൈസുണ്ട് പരിച. ഓരോ റോമ പടയാളിയും പിടിച്ചിരിക്കുന്ന പരിച എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആസ് ബിഗ് ആസ് ദിസ് ഡോർ. അപ്പോൾ തന്നെ ഒരു സത്യം മനസ്സിലായല്ലോ, ഒരാൾക്ക് തന്നെ ഇത് പിടിക്കാൻ നോക്കുമോ? പടയാളികളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇറ്റ് വാസ് എ കോമൺ എഫേർട്ട്. ഈ പരിചയം എന്നുള്ളത് ഒരാൾക്ക് തന്നെ പിടിക്കാൻ ഒക്കത്തില്ല. അന്യോന്യം കൈത്താങ്ങിയാണ് ഈ വിശ്വാസം എന്ന പരിച. ആത്മീയ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പലർക്കും വിഭിന്നമായ ആയുധങ്ങളാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഇപ്പൊ ചില വീട്ടിലൊരു പക്ഷെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ആ കോണ്ടെക്സ്റ്റിൽ, ചില ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രയാസം, ചില കുഞ്ഞുങ്ങൾ, കീഴ്പ്പെടാത്ത കുഞ്ഞുങ്ങൾ, അനുസരിക്കാത്ത കുഞ്ഞുങ്ങൾ. ഇത് കേൾക്കുമ്പോൾ, ഈ തീയമ്പ് വരുമ്പോൾ ചിലര് വിശ്വാസത്തിൽ തന്നെ ഇളകിപ്പോകുന്നവരായിപ്പോ. അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശ എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ സഭയാം സമൂഹത്തിന്റെ റോൾ എന്താ? പലരുടെയും റോൾ എന്താണെന്നറിയാം? ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്, അന്നേ അറിയായിരുന്നു ഇവൻ ഗുണപ്പെടുത്തൊന്നുമില്ല. ഇത് വിശ്വാസം എന്ന പരിചയം എടുക്കുകയല്ല ചെയ്യുന്നത്, തീയമ്പിനെ കൂട്ടിവെക്കുക. വാസ്തവത്തിൽ ആത്മീയ യുദ്ധത്തിൽ തിരിച്ചറിയണം, നമുക്ക് തന്നെ ചെയ്യാൻ ഒക്കത്തില്ല. സഭയാം സമൂഹം കൂടെ വന്ന് ഈ വിശ്വാസം എന്ന പരിചയം എടുക്കാൻ എൻ്റെ സഹോദരനോട് എന്നെ സഹായിക്കണം. ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നത് അതാ. ഒരുമിച്ച് വന്ന് വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ബലഹീനരുടെ കയ്യിലൊന്ന് താങ്ങു കൊടുക്കുക, ഈ പരിചയം ഒന്ന് എടുത്തു നിർത്താൻ. 2020 ആഗ്രഹമുണ്ടോ? കർത്താവെ എന്നെ ഉപയോഗിക്കണമേ. ചിലർക്ക് ആ വിശ്വാസത്തിന്റെ പരിചയം ഒന്ന് കൈത്താങ്ങൽ കൊടുക്കാൻ, അതൊരു ശുശ്രൂഷയാ കേട്ടോ. ചിലര് അറ്റാക്ഡ് ആകുമ്പോൾ
അവരിലേക്ക് ഈ ആയുധം കേറുന്നെന്ന് തോന്നുമ്പോ അവരുടെ വീടൊന്ന് സന്ദർശിച്ച് അവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ച് ഭാരപ്പെടേണ്ട, ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ അവിടെ ഉയരുന്നത് വിശ്വാസത്തിന്റെ പരിചയ. അങ്ങനെ ഒരു സമൂഹമാണ് നമ്മൾക്കായി തീരേണ്ടത്. ഹൗസ് വിസിറ്റിംഗ് ഇമ്പോർട്ടന്റ്, പക്ഷെ എന്തിനു വേണ്ടിയാന്നുള്ളതാണ് പ്രധാനം. ഹൗസ് വിസിറ്റിംഗ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലതായി പോകുന്നവരെ കുറച്ചുകൂടെ ഭാരത്തിലാക്കുന്നതല്ല. അവര് ഒരു വീട്ടിലിരിക്കുന്നു, സാമാന്യം ഒരു പ്രയാസം ഇല്ലാതിരിക്കുന്നു, അവിടെ ചെന്ന് നിന്ന് ഇതൊക്കെ ഒന്ന് മാറ്റണ്ടേ, ഈ റൂഫൊക്കെ ഒന്ന് മാറ്റണ്ടേ, ഇത് പെയിൻ കൂട്ടുക. അവർ സന്തോഷമായിട്ട് ആ വീട്ടിലിരിക്കുക. അപ്പോഴാണ് നമ്മുടെ വിസിറ്റിംഗ് നിമിത്തം ഇപ്പം വേണ്ടത് കോർപ്പറേറ്റിൽ ലോൺ കിട്ടും, എടുത്ത് പണി, ഇല്ലാത്തൊരാഗ്രഹം കൊടുക്കുന്നു. അന്ന് നമ്മൾ ഇറങ്ങിപ്പോകുന്ന മുതൽ അവരുടെ പ്രാർത്ഥന മാറി. അവരിതിന് പ്രാർത്ഥിക്കുന്ന ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാകണേ. അവർക്ക് ഈ ചിന്തയില്ലായിരുന്നു. നമ്മുടെ ഒറ്റ വിസിറ്റ് നിമിത്തം കോർപ്പറേറ്റ് ബാങ്കിൻ്റെ സ്കീമും അവർക്ക് മനസ്സിലായി, അവർക്ക് ഈ വീട് ചെറുതാണെന്നുള്ള ചിന്തയും മനസ്സിലായി. ഈ സ്ഥാനത്ത് കടമെടുക്കാനിരിക്കുന്ന വീട്ടിലോട്ട് ചെന്ന് പറയേണ്ടത് ദൈവം സമയത്ത് തരും, കടമെടുക്കാൻ പോകണ്ട. അവിടെ അങ്ങോട്ട് വിശ്വാസത്തിൻ്റെ ആ പരിചയം അങ്ങോട്ട് ഉയർത്തിപ്പിടിക്കുമ്പോൾ അവർ മാനസികമായി ആകെ ഡിമ്മായിട്ടിരിക്കുക. അയ്യോ, നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥന നടത്തുന്നത് എങ്ങനെയാ, ഈ അന്തരീക്ഷത്തിൽ എല്ലാവരും വിളിക്കുന്നത് എങ്ങനെയാ. അങ്ങോട്ട് പറയണം, ഞങ്ങൾ വരും, ഇവിടെ വീടിനകത്ത് വേണ്ട, മുറ്റം മതി. മുറ്റമെന്നോ വീടെന്നോ ഇല്ല, കർത്താവിന് ഇറങ്ങി വരാൻ ഇത് മതി. ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ തന്നോളും. അവിടെ ഉയരുന്ന ഒരു പരിചയമുണ്ട്, അവിടെ ഉയരുന്ന ഒരു പരിചയമുണ്ട്. ആ പിശാചിന്റെ തീയമ്പുകളെ കെടുത്തുന്ന ആ വാക്ക് ശ്രദ്ധിച്ചോ, കെടുത്തുന്ന, അതിന്റെ വീര്യത്തെ ഇല്ലാതാക്കുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ. നമ്മൾ സഭയായി അത് ചെയ്യണം. ഓൾ ദ മോർ, ഒരുപാട് ചെയ്യണം. അല്ലാതെ ചുമ്മാ വന്ന് 10 മുതൽ 12 വരെ ഇരുന്നിട്ട് പോകുന്ന കാര്യമല്ലോ. ഫൈൻഡ് ഔട്ട് ആരാണ് വിശ്വാസത്തിൽ ക്ഷീണമായി നിൽക്കുന്നത്. ദൈവം മനസ്സിലാക്കി തരും. അങ്ങനെ ആഗ്രഹമുള്ളവരെ ദൈവം മനസ്സിലാക്കി തരും. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അവരെല്ലാവരോടും ചിരിച്ച് കളിച്ച് ഇവിടെ നിന്നു. പക്ഷേ നിങ്ങൾ അവരോട് ചോദിച്ചു, ക്യാൻ ഐ ടോക്ക് ടു യു 2 minutes? 2 മിനിറ്റ് അവരോട് മാറ്റി നിർത്തി, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ ആഴ്ച വരാൻ താല്പര്യമുണ്ട്, കർത്താവിനോട് ഹേമിക്കുന്നു, നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാൻ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു എന്ന് വരാം. കാരണം ആരും അറിയാത്ത നീറുന്ന വേദനയിലൂടെ, ശോധനയിലൂടെ അവർ പോകുക. വിശ്വാസത്തിന്റെ പരിച പൊക്കാനുള്ള ശേഷിയില്ലാതെ അവർ താഴെ വീഴാൻ തുടങ്ങുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങളെ ദൈവം ഉപയോഗിക്കും ആ പരിചയം ഒന്ന് എടുത്തു പിടിക്കാൻ. അവിടെ നിർവീര്യമാകും പിശാചിന്റെ ആയുധങ്ങൾ. അതാണ് യഥാർത്ഥ സഭ. അതാണ് പാതാള ഗോപുരങ്ങളെ വിറപ്പിക്കുന്ന സഭ. യേശു പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. കാരണം ഒരു കൂട്ടം ആളുകൾ ഐക്യമത്യപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, വിശ്വാസത്തിന്റെ പരിചയമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അവിടെ നിർവീര്യമാക്കപ്പെടുന്നത് പിശാചിന്റെ തന്ത്രങ്ങളാണ്. നോക്കിയേ, അവസാനത്തെ കാര്യം. അവിടെ ഒരു കാര്യം കൂടെ പറയാൻ എനിക്ക് നിയോഗമുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിശ്വാസമുള്ള ബന്ധത്തിൽ ഞാൻ പറയാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്, ഞാൻ ഇതുവരെ അത് തൊട്ടില്ല, ഞാൻ ഒരു നിമിഷം കൊണ്ട് പറയാം, നമ്മുടെ സമയം കഴിയുന്നു. ഈ എല്ലാ മേഖലയിലും, സത്യമാകട്ടെ, നീതി എന്ന കവചമാകട്ടെ, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കമാകട്ടെ, പിശാചിന്റെ തന്ത്രത്തെ വിളിക്കുന്ന എന്താണെന്നറിയാം? നോക്കിയേ, ആ 12-ാമത്തെ വാക്യത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ഒരു വാക്കുണ്ട്. എനിക്ക് നിങ്ങളെ അത് കാണിപ്പാൻ താല്പര്യമുണ്ട്. നോക്കിയേ, വേഴ്സ് 11, 11-ാമത്തെ വാക്യത്തിൽ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയുന്നുണ്ടല്ലോ. തന്ത്രങ്ങൾ, അത് വളരെ പ്രധാന വാക്കാണ്. പുതിയ നിയമത്തിൽ 2 പ്രാവശ്യമേ ആ മൂലപദം ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് 6:11 മറ്റൊന്ന് 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ്. ഈ വാക്കിന്റെ അർത്ഥം എന്താ? തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ആ മൂലപദത്തിൽ നിന്നും ഇംഗ്ലീഷിലെ മെത്തേഡ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. മെത്തോഡിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ മെത്തേഡ്, ഡിഫറെന്റ് മെത്തേഡ്സ്, ആ പദം വന്നിരിക്കുന്നത് അവിടുന്ന്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? മെത്തേഡ്സ്, പിശാചിന്റെ തന്ത്രങ്ങൾ, മെത്തേഡ്സ്. അതിൻ്റെ ഒരു പിക്ചർ ക്യാപ്ചർ ചെയ്യുന്നത്
നമ്മുടെ ഈ നാട്ടിലൊക്കെ അത് വളരെ സർവ്വസാധാരണമാണ്. ഞാൻ കൊച്ചിൽ അത് കണ്ട് രസിക്കുമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൂച്ചയുടെ ഒരു സ്വഭാവമുണ്ട്. പൂച്ച ഇങ്ങനെ വന്നങ്ങ് ഭയങ്കര സ്ലോ ആവും. ഒരു ഇരയെ അത് കണ്ടാൽ അത് സ്ലോ ആയി ഒരു കരിയില പോലും അനങ്ങാതെ ഇങ്ങനെ വന്ന് അത് എന്നിട്ട് അങ്ങ് നിൽക്കും താഴോട്ട്. അറിയാവുന്നവർക്കറിയാം ഈ നിൽക്കുന്ന എന്തിനാണെന്നറിയോ? ഒരൊറ്റ ചാട്ടമാണ്. പിന്നെ അത് കറക്റ്റ് ഒന്നിൽ അതിൻ്റെ വായിലിരിക്കും, അല്ലെ കൈ കൊണ്ട് അടിച്ചിരിക്കും. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. പിശാചിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അത് നമുക്കറിയില്ലത് എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വെളിപ്പെടുന്നത് എവിടാന്നറിയാം? കുടുംബത്തിലാണ്. ഭാര്യ ഭർത്താവിൻ്റെ ഇടയിലാണ് ഈ തന്ത്രം വെളിപ്പെടുന്നത്. കുഞ്ഞുങ്ങൾ പേരൻസിൻ്റെ ഇടയിലാണ് ഈ തന്ത്രം വെളിപ്പെടുന്നത്. എല്ലാ പേരൻസിനോടും ഞാനൊരു കാര്യം പറയാം ഇതിനോട് ചേർന്ന്. ആ 6-ാം അധ്യായത്തിൻ്റെ നോക്കിയ 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ചാപ്റ്റർ 6 verse 4. പിശാചിന്റെ തന്ത്രം എന്താ? 6:4. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. നോക്കിയേ, ഞാൻ പറഞ്ഞല്ലോ 3 കാറ്റഗറി ആൾക്കാരുള്ളത്. ഈ 3 കാറ്റഗറിയിലെയും ആദ്യം എഴുതിയിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാറ്റഗറിയിലെ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഭാര്യമാരെ കുറിച്ചാണ്. 2-ാമത്തെ കാറ്റഗറിയിൽ ആദ്യം എഴുതിയിരിക്കുന്നത് മക്കളെ കുറിച്ചാണ്. 3-ാമത്തെ കാറ്റഗറിയിൽ ആദ്യം എഴുതിയിരിക്കുന്നത് അടിമകളെ കുറിച്ചാണ്. ഈ 3 കാറ്റഗറിക്കാരും ബലഹീനരാ. ആ റിലേഷൻഷിപ്പിലെ ബലഹീനരാവർ. ഭാര്യമാർ, അടിമകൾ, ചിൽഡ്രൻ. ഈ 3 ആൾക്കാരെ കുറിച്ചുള്ള സജഷൻ പോൾ പറയുന്നതും 1-ാം നൂറ്റാണ്ടിൽ ആരെയും പൗലോസ് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിപ്പിക്കത്തില്ല. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. അത് 1-ാം നൂറ്റാണ്ടിൽ എല്ലാവരും പറയും. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, റോമാക്കാരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. എന്നാൽ 2-ാമത് പൗലോസ് പറയുന്നത് എല്ലാവരെയും ചിന്തിപ്പിക്കും. ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. എങ്ങനെ? കർത്താവിൽ എന്ന വണ്ണം. അതുപോലെയാ ഇത് കേട്ടോ. ഈ 6-ന്റെ-1 മാതാപിതാക്കൾക്ക് എല്ലാം സന്തോഷമാണ്. ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ്. നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവിൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2-ാമത്തെ 3-ാമത്തെ വാക്യത്തിലൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകാൻ. പക്ഷെ എല്ലാ മാതാപിതാക്കളും ഞാൻ കാര്യം പറയട്ടെ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ ആത്മീയ യുദ്ധം നടക്കുന്നത് 4-ാമത്തെ വാക്യത്തിലാണ്. പിതാക്കളെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ? അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ കറക്റ്റ് ചെയ്യല്ലെന്നാണോ? അല്ലെന്ന് അടുത്ത വാക്യത്തിൽ തന്നെ ഉണ്ടല്ലോ. കോപിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും. പറഞ്ഞാൽ അവര് തെറ്റ് ചെയ്താൽ കോപിക്കരുതെന്ന് പറഞ്ഞാൽ ശിക്ഷിക്കരുതെന്നല്ല, അടുത്ത വാക്യത്തിൽ തന്നെയുണ്ട്. അതാ പിശാചിന്റെ തന്ത്രം. ഇന്ന് രാവിലെ അത് മാത്രമേ കേൾക്കുന്നുണ്ടെങ്കിൽ അതാ തന്ത്രം. കുഞ്ഞുങ്ങൾ അത് മാത്രമേ കേൾക്കുന്നുണ്ടെങ്കിൽ അതാ തന്ത്രം. കാരണം ഇന്നും പറഞ്ഞായിരുന്നല്ലോ, മാതാപിതാക്കൾ കോപിപ്പിക്കരുത്, എന്നെ കോപിപ്പിക്കുക പപ്പ എന്ന് പറഞ്ഞാൽ. കോപം എന്ന് പറഞ്ഞാൽ ബാലശിക്ഷ വേണ്ടെന്നല്ല, ബാലശിക്ഷ ഉണ്ട്. അവരെ കറക്റ്റ് ചെയ്യും. പിന്നെന്താ ഈ കോപം എന്ന് പറഞ്ഞാൽ? ടു ഗിവ് അപ്പ് ഓൺ ദം. അവരെ വിട്ട് ഇവൻ ശരിയാകത്തില്ല. ആ ആറ്റിറ്റ്യൂഡ് ഓഫ് കറക്ഷൻ. ഇങ്ങനെ ഒരുത്തൻ ജനിച്ചു പോയല്ലോ, അതാ ആത്മീയ യുദ്ധത്തിൽ വിശ്വാസത്തിന്റെ പങ്ക്. ഞാൻ വിളിച്ചു പറയാം, നിങ്ങളിൽ ആരുടെയും കുഞ്ഞുങ്ങളെ നോക്കി മാതാപിതാക്കൾ അത് പറയരുത്, ഇവൻ ഒരിക്കലും നന്നാകത്തില്ല. കാരണം ആ കോപത്തിന്റെ ആത്മാവോടുള്ള ശിക്ഷണത്തിന് ഒരു എഫക്റ്റും ഇല്ല അവനിൽ. എഫക്റ്റീവ് ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ആത്മീയുദ്ധത്തിൽ തോക്കുകയും കൂടാ. അവിടെ പറയുന്ന അനുസരിച്ച് ആ വിശ്വാസത്തിന്റെ പരിച പൊക്കുക എന്ന് പറഞ്ഞാൽ, അവനെ നോക്കി ഒരു വശത്ത് കൺസേൺ അല്ലെങ്കിൽ അവളെ നോക്കി കൺസേൺ ഉള്ളപ്പോൾ തന്നെ വിശ്വാസത്തിൽ പറയേണ്ടത് ഇവനെ ദൈവം ഉപയോഗിക്കാൻ പോകുക, ഇവന് ദൈവം ഒരു എൻകൗണ്ടർ കൊടുക്കാൻ പോകുക. ഞാൻ ഇനി അടുത്ത കാര്യം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പലരും അവരുടെ മക്കളെ ഒറ്റപ്പെടുത്താനുള്ള കാരണം എന്താണെന്നറിയാം? മറ്റുള്ളവരുടെ മുമ്പിലുള്ള പേരിന് വേണ്ടിയാ. അതിനാ ഞാൻ പിന്നെയും എൻ്റെ മക്കളെ സ്നേഹിച്ചിരുന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് വിശുദ്ധനാകാൻ ഒക്കത്തില്ലല്ലോ. ഇതാ തന്ത്രം എന്ന് പറഞ്ഞാൽ. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. മാതാപിതാക്കളുടെ എല്ലാം ഡ്യൂട്ടി, യു വിൻ യുവർ ചിൽഡ്രൻ. അവരെത്ര അകന്നു പോയാലും കോപിപ്പിക്കാതെ എന്ന് പറഞ്ഞാൽ, അവരെ ഗിവപ്പ് ചെയ്യാതെ,
അവരെ എഴുതിത്തള്ളാതെ വിശ്വാസം എന്ന പരിചയം എടുക്കുക. ദൈവം അവനെ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വിളി അവന്റെ മേൽ ഉണ്ടെന്നുള്ള ആ പരിചയം എടുക്കുമ്പോൾ ഏത് വലിയ പിശാചിന്റെ ആയുധങ്ങളെ നിർവീര്യമാക്കാൻ അതിന് ശക്തിയുണ്ട്. അവസാനത്തെ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒന്ന്, അരയ്ക്ക് സത്യം, നീതി എന്ന കവചം, സമാധാന സുവിശേഷങ്ങൾ, ഒരുക്കം, കാലിന് ചെരുപ്പ്, എല്ലാറ്റിനും ഇതേ ദുഷ്ടന്റെ നിയമങ്ങളെ ഒക്കെയും കെടുത്തുവാൻ തന്നെ വിശ്വാസം എന്ന പരിചയം. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ? രക്ഷ എന്ന ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ചിന്തകൾ, കർത്താവിന് എന്നോട് ക്ഷമിക്കാൻ ഒക്കത്തില്ല, ഈ രക്ഷയുടെ പ്രവൃത്തി എൻ്റെ മേൽ പൂർണ്ണമാക്കത്തില്ല, ഞാൻ ദൈവത്തിന്റെ കൃപയെ നശിപ്പിച്ചവൻ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളെ അതിജീവിക്കാൻ പിശാചിന്റെ പോരാട്ടം അങ്ങനെയാ. പിശാചിന്റെ പോരാട്ടം അങ്ങനെയാ. നമ്മളോട് ചിലപ്പോൾ ഓതിത്തരും, നീ ചുമ്മാ പോയി വിശുദ്ധനായി ഇരിക്കുന്നേ ഉള്ളൂ, നീ വിശുദ്ധനല്ല, നീ കഴിഞ്ഞ ആഴ്ച ഇന്ന തെറ്റും ചെയ്തില്ലേ, അവിടെ എടുത്തു വെക്കണം. രക്ഷ എന്ന ശിരസ്ത്രം എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുക. God is for me. തെറ്റുകൾ വരാം, തെറ്റുകൾ ക്ഷമിക്കുന്ന ഒരു ദൈവം. ചിന്തയിൽ ഗിവപ്പ് ചെയ്യാതെ, ദൈവത്തിന് എന്നെ രക്ഷപ്പെടുത്താൻ ഒക്കുമോ എന്നുള്ള സംശയം വരാതെ, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷ എന്ന ശിരസ്ത്രം. അവസാനത്തെ കാര്യം ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ആത്മാവിന്റെ വാള് ശ്രദ്ധിക്കണേ. ഒറ്റ ഒഫൻസീവ് വെപ്പണേ ഉള്ളൂ, മറ്റെല്ലാം ഡിഫെൻസീവാ. ഹെൽമെറ്റ്, ബെൽറ്റ്, ബ്രസ്റ്റ് പ്ലേറ്റ്, ഷൂസ്, ഒരെണ്ണം മാത്രം കൈ തന്നിരിക്കുന്നു. വെട്ടണം, പിശാചിനെ വെട്ടണം. എന്താണെന്നറിയാം? എന്താ ഈ ഒഫൻസീവ് വെപ്പൺ? സ്വോർഡ് ഓഫ് ദ സ്പിരിറ്റ്, വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. 2020 കുടുംബത്തിന് നേരെ ഭിന്നതയായി വരുമ്പോൾ, രോഗമായി വെളിപ്പെടുമ്പോൾ, സാഹചര്യത്തിലൂടെ വെളിപ്പെടുമ്പോൾ, ദൈവവചനം വായിൽ നിന്ന് മാറാതിരിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അതൊരു വെട്ട് കിട്ടുന്ന എഫക്റ്റാ കേട്ടോ. സജഷൻ അല്ലത്. ദൈവത്തിന്റെ വചനം ഉരുവിടുമ്പോൾ അതൊരു വെട്ട് കിട്ടുന്ന എഫക്റ്റാ. നീ ഇങ്ങനെ രോഗിയായി ജീവിക്കും, വചനം അങ്ങോട്ട് ഉരുവിടണം. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും. നീ സാമ്പത്തികമായി മുട്ടുകുത്തി നീ ദേശത്തു നിന്നും വിട്ടുപോകേണ്ട വരും. ദൈവത്തിന്റെ വചനം പറയണം, എൻ്റെ കർത്താവ് ആ ധനത്തിനൊത്തവണ്ണം എൻ്റെ ഈ ആവശ്യങ്ങളെ നിറവേറ്റി തരും. നിന്റെ കുഞ്ഞ് ഒരു പ്രയോജനവും വരത്തില്ല. പറയണം, അവനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. ലോകസ്ഥാപനത്തിന് മുമ്പിൽ എൻ്റെ കുഞ്ഞിനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. ഇങ്ങനെ വായിലൂടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അതിന്റെ മുമ്പിൽ മുട്ടുമടങ്ങാത്ത ഒരു ശക്തിയും ഈ ലോകത്തിലില്ല. വാഴ്ചകൾ, അധികാരങ്ങൾ, ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ ദൈവം. വാഴ്ചയ്ക്കും അധികാരത്തിനും ഒരു ഭാഷ അറിയത്തുള്ളൂ, ദൈവത്തിന്റെ വചനത്തിന്റെ ഭാഷ അറിയാം. നമ്മുടെ സജഷൻസിന്റെ ഭാഷയൊന്നും അറിയത്തില്ല. ചുമ്മാ പോ എന്ന് പറഞ്ഞാൽ പോത്തില്ല. വാഴ്ചയ്ക്കും അധികാരത്തിനും ഒരു ഭാഷ അറിയാം. ദേ നോ എ ലാംഗ്വേജ്. വചനത്തിന്റെ ഭാഷ അവർക്കറിയാം. വചനത്തിന്റെ ഭാഷ അതരങ്ങളിൽ വരുമ്പോൾ, കുടുംബാന്തരീക്ഷത്തിൽ ഭിന്നത കൊണ്ടുവരാൻ നോക്കുമ്പോൾ വചനത്തിലൂടെ പറയണം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, ഈ കുടുംബത്തിലുള്ള എല്ലാവരും പിശാചേ നിനക്ക് നോട്ടമിടാൻ ഒക്കത്തില്ല. ഞാൻ യേശു സ്നേഹിച്ചതുപോലെ എൻ്റെ ഭാര്യയെ സ്നേഹിക്കും, അവൾ എനിക്ക് കീഴ്പ്പെട്ടിരിക്കും, എൻ്റെ മക്കൾ ഞങ്ങൾ പറയുന്ന കേൾക്കും, ഈ കുടുംബം ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിലായിരിക്കും. ഇവിടേക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, എല്ലാ വ്യക്തി ജീവനും വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിന്നാൽ ഈ 2020 വലിയ വിജയത്തിന്റെ വർഷമാവും. എന്താ വിജയം എന്ന് ഞാൻ ഉദ്ദേശിച്ചെന്നറിയാമോ? ആത്മീക ആ പോരാട്ടത്തിൽ വിജയം. കാരണം സത്യം ധരിക്കുന്നു, നീതി ധരിക്കുന്നു, സുവിശേഷത്തിനായുള്ള ഒരുക്കം വരുന്നു, വിശ്വാസം കൈപിടിക്കുന്നു, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ വെക്കുന്നു, വാളെടുക്കുന്ന കയ്യിൽ. എന്തൊരു വിജയം! ഇതിനു വേണ്ടിയാ ദൈവം നമ്മളെ രക്ഷിച്ചത്. God has saved us so that we will become soldiers for him. അവനു വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി. കേവലം ഇരുത്തപ്പെട്ടവരായി മാത്രമല്ല, നടക്കുന്നവരായി പോരാ, നടക്കുന്നവരായി മാത്രമല്ല, നിൽക്കുന്നവരായി, പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനെ എതിർത്ത് നിൽക്കുന്നവരായി ഒരു കൂട്ടം ഇവിടെ രൂപാന്തരപ്പെടട്ടെ. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം.